ഒരു സഹോദരി എന്നെ വിളിച്ചു. അവരും ഒരു മുസ്ലിം അല്ല, ഇസ്ലാമികമായ കാര്യങ്ങൾ അറിയുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു മുസ്ലിമായി ജനിച്ച ഒരാളല്ല. ഇപ്പോഴും അവരൊരു മുസ്ലിം അല്ല, ഇസ്ലാമിക വിശ്വാസങ്ങളൊന്നും സ്വീകരിച്ചൊരു വ്യക്തിയല്ല. അപ്പോൾ അവർ എന്നോട് പറയണത് എന്താണ്, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെ നിന്നോ അവർക്കൊരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് കിട്ടി. അപ്പം അതിൽ പറയണത് ഭർത്താക്കന്മാരുടെ അവിഹിതത്തെക്കുറിച്ചാണ്. ഭാര്യ ഉണ്ടായിരിക്കെ ഭർത്താവ് വേറെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യുക, മെസ്സേജ് അയക്കുക, ചാറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു പ്രസംഗം എവിടുന്നോ കേട്ടിട്ട് അവരെന്നെ വിളിച്ചു. അപ്പോൾ അവർക്കറിയണം അവിടെ ഭർത്താവും അങ്ങനെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നാലും ഇവരെ അപ്പുറത്ത് കിടത്തിയിട്ട് ഇയാൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യുകയും സംഭാഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ വളരെ സങ്കടപ്പെട്ടുകൊണ്ട്, ഞാൻ വളരെ വലിയ ഡിഗ്രികൾ പഠിച്ച ആളാണ്, ജോലിക്ക് പോകാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അങ്ങനെ ഞാനൊരു കുടുംബത്തിന് വേണ്ടി, 2 മക്കൾക്ക് വേണ്ടി, ഒരു ഭർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം നീക്കി വെച്ചു. ഞാൻ അയാളെ സ്നേഹിച്ചു, അയാളെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സു തകർന്ന് കഴിയുകയാണ്. എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും അയാൾ വേറൊരു പെണ്ണിനെ ഫോൺ ചെയ്യുന്നതും ബന്ധപ്പെടുന്നതൊക്കെ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഉപദ്രവിക്കും, എന്നെ ദ്രോഹിക്കും, എന്നെ അടിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് എൻ്റെ കുടുംബത്തിലോ നാട്ടിലോ ഒന്നും ആരോടും പറയാൻ പറ്റൂല. ആരോട് പറഞ്ഞാലും ഈ വിവരങ്ങളൊക്കെ അറിയും, എനിക്ക് പ്രശ്നമാവും. അപ്പം ഞാൻ എന്തു ചെയ്യുമെന്നാണ്. അപ്പം ഞാനിതിങ്ങനെ കേട്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മളിപ്പോൾ ആര് നമ്മളോട് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ അതിന് മറുപടി ഏതെങ്കിലുമൊക്കെ ആയത്തോ ഹദീസൊക്കെ വെച്ച് പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ഇവരോട് എന്ത് പറയണം എന്നതിനെക്കുറിച്ച് ഞാൻ എപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ വിളിക്കലുണ്ട്. അപ്പോഴാണ് പടച്ചോനെ നമ്മളൊക്കെ എത്ര സമാധാനത്തിലാണ്. ഞാൻ ആലോചിക്കും, ഈ പീസ് റേഡിയോയിലുള്ള സ്ത്രീകളൊക്കെ എല്ലാ വേദനകളും പറഞ്ഞിട്ട് അവസാനം അവരെന്താ പറയുക അറിയോ, ഞാൻ ഈ ഖുതുബയും പ്രസംഗമൊക്കെ കേട്ട് നിസ്കരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് സമാധാനത്തിൽ ജീവിക്കുകയാണെന്ന് പറയും. ആ സമാധാനമില്ലാത്തവർക്ക് എന്ത് സമാധാന ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ ഈ ദീന് കൊണ്ടും വിശ്വാസം കൊണ്ടും ഈമാന് കൊണ്ടും അനുഭവിക്കുന്ന മനസ്സിൻ്റെ സന്തോഷവും ആഹ്ലാദവും ചെറുതല്ല സഹോദരങ്ങളെ. പ്രശ്നങ്ങൾ എന്നുള്ളത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഒരു വിഷമത്തിൽ നിന്നോ മാനസിക പ്രയാസത്തിൽ നിന്നോ ഒഴിവാണെന്ന് എനിക്ക് അഭിപ്രായമേ ഇല്ല. എന്തെങ്കിലും ഒരു പേടിയും ബേജാറും ഇല്ലാത്ത ആരെങ്കിലും നമ്മളെ കൊടുത്തിട്ടുണ്ട്? ആരും ഉണ്ടാവില്ല. ഇനി ഒരു പേടിയും ബേജാറും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഞാൻ കേട്ടു ഒരു വാർത്ത, ഞാൻ കേട്ടു അങ്ങനത്തെ ഒരു വാർത്ത കേട്ടാൽ പോരെ, എന്താ പല്ലുവേദനയായിട്ട് എന്ത് വെച്ചാൽ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഡോക്ടർ പല്ലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കറുപ്പ് നിറം കണ്ടു. അപ്പോൾ ഒന്നും കൂടി ലൈറ്റ് അടിച്ച് ലെൻസ് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചെറിയൊരു പ്രശ്നമാണല്ലോ, ഒരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. ഒരു ബയോപ്സി എടുത്തപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ക്യാൻസറാണ്, 4th സ്റ്റേജാണ്. വായയിൽ ക്യാൻസറൊക്കെ വന്നാൽ അതിന് ചികിത്സയൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളത് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ വ്യക്തിനെ ഞാൻ കാണുകയാണ്, മക്കളെയൊക്കെ കാണുകയാണ്. ആദ്യമായിട്ട് ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു മനപ്രയാസവും മനോദുഃഖമൊക്കെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം നമ്മളെ ആരുമല്ല, നമ്മളൊരു സുഹൃത്തുക്കൾ പരിചയക്കാരാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ വിവരം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു പല്ലുവേദന വന്നാൽ നിങ്ങളെ മനസ്സിലേക്ക് എന്താ ഓർമ്മ വരിക? എനിക്കേറ്റ പടച്ചോനെ വല്ല ക്യാൻസറും ഉണ്ടോ എന്ന് ആലോചിക്കുക. ഒരു ബേജാറും ഇല്ലാത്തവനും ബേജാറാകാൻ എന്ത് മതി? നിങ്ങൾ വാട്സപ്പിലൊരു മെസ്സേജ് മതി, അല്ലെങ്കിൽ പത്രത്തിലെ ഒരു വാർത്ത മതി, ആരെങ്കിലും കാതിൽ പറഞ്ഞൊരു വിവരം മതി നമുക്ക് ടെൻഷൻ അടിക്കാൻ. മനസ്സിലായില്ലേ? ആരെങ്കിലും തൊണ്ടയിൽ ക്യാൻസറാന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു തണുത്തള്ളം കുടിച്ചിട്ട് ഒരു തൊണ്ടവേദന ഉണ്ടായാൽ എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നാണ് പിന്നെ ഒരു 2 ആഴ്ച നമ്മൾ ആലോചിക്കുക. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് മറക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വേറെ വഴിക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ടെൻഷൻ അടിക്കാനും അവന് മനപ്രയാസപ്പെടാനും പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും വേണ്ടതില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിങ്ങനെ കേട്ട് ദീനിങ്ങനെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെയോ നമ്മൾ അറിയാത്ത ചില സമാധാനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ ആ സമാധാനം ലഭിക്കുന്നത്? അതിനങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏത് നിലക്ക് നോക്കിയാലും അതൊരു സമാധാനമാണ്. ഈ നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുളമോ അല്ലെങ്കിൽ പുഴയോ അല്ലെങ്കിൽ കടൽ തീരമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ വെള്ളം കണ്ടിട്ടില്ലെങ്കിലും കാറ്റിനൊരു തണുപ്പുണ്ടാവും. ആ കാറ്റിൻ്റെ തണുപ്പ് കാറ്റടിച്ച് വീശുമ്പോൾ നമുക്കും ആ തണുപ്പ് കിട്ടും. എന്ന മാതിരി ഖുർആൻ്റെ പരിസരത്ത് ജീവിച്ചാൽ പോലും ആ ഖുർആനിൻ്റെ ഒരു കുളിരുണ്ട്, ആ ഖുർആനിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, അത് ലഭിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഓതിയൊന്നും എനിക്കറിയില്ല, എല്ലാവർക്കും രാവിലെ ഓതിയിട്ടുണ്ടാവും സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫ് ഓതിയ ആൾക്കാർക്ക് എന്താ അറിയോ, അല്ലാഹു അലഹുന്നൂർ,
അള്ളാഹു എന്ത് ചെയ്യും? ഒരാഴ്ച മനസ്സമാധാനം കൊടുക്കും. ഒരാഴ്ച മനസ്സമാധാനം കിട്ടാൻ ഇന്നത്തെ അൽക്കഹഫിലെ 100 ആയത്ത് ഓതിയാൽ ഖുർആൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ പറഞ്ഞു കൊടുക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച മാതിരി അള്ളാഹ് നിങ്ങൾക്ക് തന്നൊരു ഔദാര്യമാണ്. മക്കളെ പോലെ, സമ്പത്ത് പോലെ, ആരോഗ്യം പോലെ, ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒട്ടേറെ സുഖ സൗകര്യങ്ങളെ പോലെ അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ഫളലാണ്, ഒരു അനുഗ്രഹമാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്താണ് ഖുർആൻ. എന്നിട്ട് ആ ഫളല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷിച്ച് ജീവിക്കൂന്നാണ്. ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കൂ. നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടി എന്തൊക്കെ വാരിക്കൂട്ടുന്നുണ്ടോ, ഒരുമിച്ച് കൂട്ടുന്നുണ്ടോ, അതൊന്നും ഇത്ര സന്തോഷം നിങ്ങൾക്ക് നൽകൂല. ഈ ഖുർആൻ കൊണ്ട് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് മറ്റൊന്നും കൊണ്ടും കിട്ടില്ല എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് ആ ഖുർആൻ കൊണ്ട് കിട്ടുന്ന സന്തോഷം? ഒരു പക്ഷേ ഖുർആൻ എത്ര പ്രാവശ്യം ഓതിയ ആൾക്കാരാണ് ഞാനും നിങ്ങളൊക്കെ. റമദാൻ വരുമ്പോൾ ഒരു വട്ടെങ്കിലും ഖുർആൻ ഓതാത്ത ആരെങ്കിലും ഉണ്ടാവുക നമ്മുടെ കൂട്ടത്തിൽ? എന്താണ് അതിൻ്റെ സന്തോഷം? എന്താണ് അതിൻ്റെ സന്തോഷം എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ പറയുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും വരും. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. ഖുർആൻ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഖുർആനിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് ഇങ്ങനെ ഏകദേശം മനസ്സിലാവും ഏതൊരുത്തരും. അപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ആയത്തുകൾ ഇങ്ങനെ ഓതിപ്പോയി ഏത് സൂറത്ത് നമ്മൾ എടുത്താലും അതുണ്ടാവുമല്ലോ സുഹൃത്തുക്കൾ. അതിലൊരു സമാധാനമുണ്ട്. എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുമ്പോൾ അത് അസംതൃപ്തി നിറഞ്ഞ ജീവിതമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് പൂർണ്ണ സന്തോഷവും പൂർണ്ണ സംതൃപ്തിയും കിട്ടണ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും? മക്കളെ കുറിച്ച് ആലോചിച്ച് നോക്ക് നിങ്ങൾ, എന്തെങ്കിലും ഒരു ഇടങ്ങേറ് അവിടെ ഉണ്ടാവും. ഇനി നമ്മളുടെ വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കും നിങ്ങൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു ഇടങ്ങേറോ നമുക്ക് കയ്യിലുണ്ടാവും. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി, ഇനി ഒന്നുമില്ലെങ്കിൽ എനിക്ക് വയസ്സാകുകയാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ഉണ്ടാവും, ഇനിയിപ്പോൾ എന്താ അസുഖം എനിക്ക് വരിക. ഏത് രംഗത്ത് ആലോചിച്ചാലും മനുഷ്യന് പൂർണ്ണമായി സന്തോഷിക്കാനും പൂർണ്ണമായി സംതൃപ്തിപ്പെടാനും പറ്റൂല. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്തായാലും ഈ ദുനിയാവ് അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. സംതൃപ്തിയും സന്തോഷവും പൂർണ്ണമായി ലഭിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. അത് കിട്ടും. അത് എവിടെ സുഹൃത്തുക്കളെ കിട്ടും? ഇവിടെ കിട്ടൂല. ഏതൊരുത്തൻ്റെ തുലാസ് കനം തൂങ്ങിയോ അവൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും. സംതൃപ്തകരമായ ജീവിതം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് സ്വർഗ്ഗാണ്. ആരുടെ ഗ്രന്ഥം വലത് കയ്യിൽ കൊടുക്കപ്പെടുന്നുവോ അവൻ വിചാരിച്ച് ചെയ്ത നന്മകൾ അവിടെ നാളെ അവൻ്റെ മുമ്പിൽ വായിക്കപ്പെടുമ്പോൾ, അവന് വായിക്കാൻ അവസരം കിട്ടുമ്പോൾ, ഇങ്ങനെ ഒരു വിചാരണയെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവൻ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലായിരിക്കും. ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിൽ. സംതൃപ്തകരമായ ജീവിതം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അവിടെ രോഗമല്ല, അവിടെ ക്ഷീണമല്ല, അധ്വാനമല്ല, വിഷമല്ല, മരണമല്ല, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചൊരു ആശങ്കയോ വിഷമം. എന്തിനേറെ സഹോദരങ്ങളെ, മനസ്സ് ഇടങ്ങേറുള്ള ഒരു വാർത്ത പോലും കേൾക്കൂല. മനസ്സ് ഇടങ്ങേറുള്ള ഒരു വാർത്ത, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. ഒരു തെറ്റായ വർത്തമാനം, ഒരു കളവ്, എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന ഒരു വിവരം, അതൊന്നും അവിടെ ഒരു വിമർശനം, ഒരു കുറ്റപ്പെടുത്തൽ, അതുപോലും അവിടെ കേൾക്കൂലെന്ന്. അപ്പോൾ സമ്പൂർണമായ സംതൃപ്തകരമായ ഒരു ജീവിതം സഹോദരങ്ങളെ സ്വർഗമായിട്ട് നമുക്കുണ്ട്. അത് നമ്മുടെ മനസ്സിക്ക് ആ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അതൊരു വല്ലാത്ത പ്രതീക്ഷ തന്നെയല്ലേ. ജീവിതത്തിൽ ഏതൊരുത്തനും അസ്വസ്ഥതപ്പെടുമ്പോൾ നമുക്ക് സ്വർഗം പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ശരീരത്തിന് വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ നമ്മൾ കാണലുണ്ട്. ഒരാളെ പടുത്ത് ഞാൻ കണ്ടു, 2 കൈയും 2 കാലും ഇല്ലാത്തതാണ്. അള്ളാഹു അവൻ്റെ വിഷമങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ അവനെങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം,
എൻ്റെ അടുത്തൊരു വലിയൊരു മുതലാളി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹം? ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ആ ആഗ്രഹം പറഞ്ഞാൽ അയാൾ നിറവേറ്റി കൊടുക്കാനല്ലേ അയാൾ വന്നിരിക്കുന്നത്, അത് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്ന ആളുമാണ്. അവൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കണം എന്ന്. ഉമ്മ മരിക്കുന്നതിൻ്റെ മുന്നേ അവന് മരിക്കണം. എന്തിനാ ഉമ്മ മരിക്കുന്നതിന് മുന്നേ അവൻ മരിക്കണത്? അവന് ഭക്ഷണം കൊടുക്കാൻ ഉമ്മൻ്റെ കൈയാണ്, അവൻ്റെ മലമൂത്ര വിസർജനം വൃത്തിയാക്കാൻ ഉമ്മൻ്റെ കൈയാണ്. അപ്പോൾ ആ കയ്യ് നിശ്ചലമാകും മുമ്പ് എൻ്റെ ജീവിതം അവസാനിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു കുട്ടി എന്താണ് ചിന്തിച്ച് കിടക്കുന്നത്? എൻ്റെ ഉമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ പ്രശ്നം എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ആരെങ്കിലും പറയൂ? എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവിടെ പരിഹരിക്കാൻ പറ്റൂല. എങ്ങനെ ഇതൊക്കെ ഇവിടെ പരിഹരിക്കാൻ പറ്റും? ഇനിയിപ്പോൾ അവൻ 2 കൈയും 2 കാലുമൊക്കെ വന്ന് നമ്മളെപ്പോലൊരു മനുഷ്യനായി ഇവിടെ ജീവിക്കുക എന്നുള്ളത് ഉണ്ടാവൂല. അവൻ ആ ഒരു വൈകല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. എന്നാൽ സുഹൃത്തുക്കളെ, സ്വർഗത്തിൽ അങ്ങനെ വരിക? സ്വർഗത്തിൽ അങ്ങനെയല്ല വരിക. സ്വർഗത്തിൽ പൂർണ്ണ മനുഷ്യനായി എല്ലാവരെക്കാളും സുന്ദരനായി ആസ്വദിക്കാനും സന്തോഷിക്കാനുമാണ് സ്വർഗത്തിലെ രണ്ടാമത്തൊരു ജന്മം. അതുകൊണ്ട് ഈ ഭൂമിയിലെ നഷ്ടങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് വരാനൊരു ലോകം. ഭർത്താവ് മരിച്ച് കല്യാണം കഴിക്കാൻ എങ്ങനെ നിർബന്ധിച്ചിട്ടും ആ സഹോദരി സമ്മതിക്കണില്ല. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു സംശയം ചോദിക്കാണ്ട് ഒരു ഉസ്താദിനോട്, ആ സംശയത്തിന് മറുപടി കിട്ടിയാൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നാണ്. അപ്പോൾ കല്യാണം കഴിക്കണത് എന്തിനാണ്? വാപ്പാക്കും ഉമ്മാക്കും ബേജാറ്, ഇവൾക്ക് ഒരു പുതിയാപ്പിള ഇനി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവളെ ഭാവി, അവർക്ക് ബേജാറാണ്. അപ്പോൾ ആ ബേജാറിനാണ് അവർ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യമാണ്, എന്ത് അറിയോ, എനിക്കിപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു പോയല്ലോ, അപ്പോൾ ഇനി ഞാനൊരു വിവാഹം കഴിച്ചാൽ നാളെ പരലോകത്ത് ഞാൻ വരുമ്പോൾ മരിച്ചുപോയ ഭർത്താവാണോ എനിക്കുണ്ടാവുക, അതോ രണ്ടാമത് എന്നെ വിവാഹം കഴിച്ച ഭർത്താവോ? അതിനൊരു മറുപടി വേണമെന്നാണ്. എന്തിനാണ് അതിന് മറുപടി? എൻ്റെ കൂടെ ജീവിച്ച് എന്നെ സ്നേഹിച്ച് മരിച്ചുപോയ ഭർത്താവിനെ തന്നെ തിരികെ കിട്ടുമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം. അതല്ല, അവസാനം ജീവിച്ച ആളെ കൂടെയാണ് ജീവിക്കുക എങ്കിൽ എനിക്ക് പറ്റൂല, എനിക്ക് അയാളില്ലാതെ പറ്റൂല, സ്വർഗത്തിലും പരലോകത്തിലും പറ്റൂല. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ എത്തുന്നത് വരെ വിധവയാകാം, എല്ലാം സഹിച്ച് ഞാൻ ജീവിക്കാം, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് അവിടുന്ന് അയാളെ കിട്ടിയാൽ മതി, കുറച്ചു കാലം ഞാൻ ഇവിടെ പ്രയാസപ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്നാണ്. അതൊക്കെ എന്താ സുഹൃത്തുക്കളെ? അതൊക്കെ ഒരു ബോധ്യമാണ്. നമുക്ക് ബോധ്യപ്പെട്ടോ എന്നതാണ് ആദ്യത്തെ പ്രശ്നം. ഈ സ്വർഗവും നരകവും ഒക്കെ ഉള്ളിൽ തട്ടി ബോധ്യപ്പെട്ടോ സഹോദരങ്ങളെ? വഖാലു അഇദാ ളലൽനാ ഫിൽ അർള് അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. ഭൂമിയിൽ ഞങ്ങൾ പാഴായി പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലുകളും ഞങ്ങളുടെ മാംസങ്ങളും മണ്ണിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ, വഖാലു അഇദാ ളലൽനാ ഫിൽ അർള് അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ പുതിയൊരു സൃഷ്ടിയായി പുതിയൊരു മനുഷ്യനായി വീണ്ടും വരുമെന്നാണോ പറയുന്നത്? വഖാലു അഇദാ ളലൽനാ ഫിൽ അർള് അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമെന്ന കാര്യത്തിൽ അവർ സംശയത്തിലാണ്, അവർ നിഷേധികളാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. അള്ളാഹിൻ്റെ മറുപടി എന്താ? പല രൂപത്തിൽ അള്ള മറുപടി പറയുന്നുണ്ട്. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ടില്ല. ഇവിടെ എന്ത് മറുപടി പറഞ്ഞു? ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും, നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളെ ഏറ്റെടുത്തു മരിപ്പിക്കുക തന്നെ ചെയ്യും. തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങളെ റബ്ബിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. മരണം തന്നെയാണ് നാളെ പരലോകത്തിലുള്ള ഏറ്റവും വലിയ തെളിവ്. എന്താ മരണം പരലോകത്തിലെ തെളിവാകാൻ കാരണം? മരിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഉത്തരം തേടുമ്പോൾ പരലോകമെന്ന ഉത്തരമേ കിട്ടൂ. മരിച്ചാക്ക് എന്താ സംഭവിക്കുന്നത്? മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എവിടുക്കാ പോണത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയാൽ അവിടെ എന്താണോ ഉള്ളത് അത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് എന്താണ്? റബ്ബനാ അബ്സർനാ വസമിഅനാ
ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. നിഷേധിച്ചവരോട് അള്ളാഹ് പറയുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ പടച്ചോനെ കണ്ടു, ബോധ്യപ്പെട്ടു, ഒക്കെ കേട്ടു, ഒക്കെ അനുഭവിച്ചു, ഞങ്ങൾക്ക് ഇപ്പോൾ ദൃഢവിശ്വാസം വന്നിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറയുന്നതാണ്. അങ്ങനെ ദൃഢവിശ്വാസം വന്നു എന്ന് അവിടെ വെച്ച് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അത് ബോധ്യപ്പെട്ട് ഉള്ളിൽ തട്ടി മനസ്സിൽ തട്ടി നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, സ്വർഗം ഒരു പ്രതീക്ഷയാണ്. അപ്പം നമുക്ക് അസംതൃപ്തി ഉണ്ടാവില്ല. അതേപോലെ തന്നെ നരകം ഒരു ഭയമാണ്. അതിന്ന് രക്ഷപ്പെടും എന്ന് കണ്ടാൽ നമുക്ക് വേറൊരു ബേജാറും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സമയത്തും വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സ്വർഗവും നരകവുമാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? അള്ളാഹിനെക്കുറിച്ചുള്ള അറിവാണ്. അത് പ്രധാനം തന്നെയാണ് സുഹൃത്തുക്കളെ. അള്ളാഹിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് ശരിക്ക് വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അയാൾക്കൊരു പ്രശ്നമല്ല. ഇവിടെ അയാൾക്കൊരു പ്രശ്നമല്ല. നേരത്തെ ഓതിയല്ലോ ആയത്ത്, വല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ, വിശ്വസിക്കുകയും അവിടെ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്, വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം സ്വീകരിച്ചവരാകുന്നു. ശിർക്കില്ലാതെ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരാൾക്ക് ക്ലിയർ ആയാൽ അവനൊന്നും പേടിക്കലാണ്, അവൻ നിർഭയനാണെന്ന്. അപ്പോൾ ശിർക്കുള്ള ആളുകൾക്ക് ആ നിർഭയത്വം ഉണ്ടാവില്ല. എല്ലാ സമയത്തും ബേജാറായിരിക്കും. എന്താ വരിക എന്നതിനെക്കുറിച്ച് ബേജാറായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം, ഒരു അസുഖം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു വിഷമം വന്നാൽ ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ള ബേജാറാണ്. 100 സ്ഥലത്തേക്ക് ഓടിയിട്ടും എല്ലാ ഹോമങ്ങളും മന്ത്രങ്ങളും ചികിത്സകളും നൂലും ഉറുക്കും ഒക്കെ ചെയ്തിട്ട് അസ്വസ്ഥനായി പണം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഭയത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ആ തൗഹീദ് ഇല്ലാത്തത്. തൗഹീദ് ഉണ്ടെങ്കിൽ എങ്ങനെ സുഹൃത്തുക്കളെ നിർഭയത്വം കിട്ടുന്നത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്കുണ്ടാവുന്നതോടു കൂടെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമല്ല. കാരണം അള്ളാഹ്ക്ക് പറ്റാത്തതും അള്ളാഹു പരിഹരിക്കാൻ പറ്റാത്തതുമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ട്? ഒരു വിഷയമല്ല. നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന എല്ലാ സംഭവങ്ങളും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയുന്ന കാര്യമാണ്. പ്രവാചകന്മാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ പറയും അത് അമാനുഷികമല്ലേ, നബിമാർക്ക് മാത്രമുള്ളതാണ്. നബിമാർക്ക് മാത്രമുള്ളതല്ലാത്ത കാര്യങ്ങളും നോക്കൂ സുഹൃത്തുക്കൾ. നബിമാർ തന്നെ നമുക്ക് ഏറ്റവും വലിയ പാഠങ്ങളാണ്. നോക്ക് നിങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയും സൂറത്ത് മറിയം. എന്താ സൂറത്ത് മറിയമിൽ പറയുന്ന ഒരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് മറിയം റളിയല്ലാഹു അൻഹ. എന്താണ് ആ പ്രതിസന്ധി എന്ന് മനസ്സിലാക്കാൻ ഒരായത്ത് മതി. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ, ഈ സംഭവം ഉണ്ടാടിന് മുന്നേ ഞാൻ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നേനെന്നാണ്. അപ്പം ഇതൊക്കെ അനുഭവിക്കുന്നതിന് ഞാൻ മരിച്ചു പോയെങ്കിൽ എന്ന് വിചാരിക്കുമ്പോൾ ആ വിഷമം എത്രയേക്കാരം. ആ വിഷമം എന്താ സുഹൃത്തുക്കൾ? ഗർഭിണിയാണ്. വിവാഹം കഴിയാത്ത ഒരാൾ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം അപമാനമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആളുകൾക്ക് മുന്നിൽ അവരെങ്ങനെ പ്രത്യക്ഷപ്പെടും, എങ്ങനെ പോകും? തീർത്തും നിരപരാധിയാണ് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും ഒരു ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കണം പറയുന്നു. പിന്നെ പൂർണ്ണമായ ഒരു ഗർഭിണിയായി പുറത്ത് പിന്നെ ആളുകൾ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ അങ്ങനത്തെ സമയത്ത് ചിന്തിക്കുമ്പോൾ ഇതൊരു അവിഹിത ഗർഭമല്ല, ഇത് വ്യഭിചാരമല്ല എന്ന് തനിക്കല്ലാത്ത മറ്റാർക്കെങ്കിലും അറിയും? മറിയം ബീവിക്കല്ലാത്ത മറ്റാർക്കെങ്കിലും അറിയൂ? ആരെങ്കിലും അവരുടെ പാകം പറയാനോ ആ ന്യായം അംഗീകരിക്കാനോ ആരെങ്കിലും ആളുകൾ? അങ്ങനെ കൊടുത്താൽ മതി, ഇങ്ങനെ കൈമാറിപ്പോയി. ഒരു ആരെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? സത്യത്തിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ല. എന്നാൽ നോക്ക് നിങ്ങൾ, എന്ത് പരിഹാരമാണ് പടച്ചോനും പൈന ഉണ്ടാക്കുക എന്നൊരു പക്ഷേ മറിയമിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. പക്ഷേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച മറിയമിന് അള്ളാഹു ശാശ്വതമായൊരു പരിഹാരം അവിടെ ഉണ്ടാക്കിയിരിക്കണം. എന്തൊക്കെ മറിയം ബീവി പ്രതീക്ഷിച്ചിട്ടുണ്ടോ ആ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിൽഹു ഖാലൂ യാ മറിയമു ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയാ. ഓ മറിയമേ, എന്താണ്
ആ കുട്ടീനെ ഇങ്ങനെ മറത്തി പിടിച്ച് കൊണ്ടുവരുമ്പോൾ, നീ എന്താണ് ഈ ചെയ്തത്? നീ എങ്ങനെയാണ് നീ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തത്? മാക്കാന അബൂക്കിംറ അസൗഇൻ, നിൻ്റെ വാപ്പൊരു മോശപ്പെട്ട കാര്യമല്ല. വമാക്കാനത്തു ഉമ്മുക്കി ബഗിയ, എൻ്റെ ഉമ്മ ഒരു വേശ്യയല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിനക്കിത് ചെയ്യാൻ തോന്നിയത് എന്ന പരിഹാസം ശരിക്കും ഒരു വേശ്യയായി അവരെ വിളിച്ച് പരിഹസിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ മറിയം ബീവി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഫശാറത്ത് ഇലൈഹി, ആ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ഇങ്ങനെ ചൂണ്ടി. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, കാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, തൊട്ടിൽ കിടക്കുന്ന കുട്ടി എങ്ങനെയാണ് ഞങ്ങളോട് മറുപടി പറയാ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ, ലോകത്ത് 3 കുട്ടികളെ സംസാരിച്ചത്, അതിലൊരു കുട്ടി ആ കുട്ടിയായിരുന്നു. കാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യ, എനിക്ക് വേദഗ്രന്ഥം കിട്ടിയിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ കുട്ടി സംസാരിക്കുന്നു. ഒക്കെ ഖുർആൻ പറയണ്. നമുക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ ഇത് പറഞ്ഞെന്താ, ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മളറിയാത്ത മാർഗത്തിലൂടെ നമ്മളെ പുറത്ത് കിടക്കാൻ അള്ളാഹുവിന് പറ്റും. അപ്പോൾ നമ്മളൊക്കെ ചോദിക്കും, ഞാനിത് പറയുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, എത്ര പ്രാവശ്യം അള്ളാഹോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ പല കാര്യങ്ങളും എനിക്കതുപോലെ നടന്നിട്ടില്ലല്ലോ എന്ന് പറയും. ഒരു പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഉത്തരം തരങ്ങൾ തീർത്തും പൂർണ്ണ ബോധ്യതയോടുകൂടെ, അത് സംഭവിക്കും എന്ന ബോധ്യതയോടുകൂടെ നമ്മൾ ചോദിക്കുക എന്നുള്ളത് പ്രാർത്ഥനൻ്റെ ഒരു നിബന്ധനയാണ്. അത് സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഇങ്ങോട്ട് പറയാണ്, നല്ല ക്യാൻസറിനെ കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ച് അതിനെപ്പറ്റി ഏറ്റവും നന്നായി ചികിത്സിക്കുന്നൊരു ഡോക്ടർ ക്യാൻസർ വന്ന ഒരാളെ നോക്കിയിട്ട് പറയാണ്, ഇതിനിപ്പോൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് മാറുമെന്ന് വിശ്വസിക്കോ? ഞങ്ങൾ ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ അത് മാറുന്നു? അപ്പോൾ മാറൂല എന്നാണ് പറയണതെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കഥ എന്താണ്? മാറൂല എന്നാണ് പറയണതെങ്കിൽ നമ്മൾ അള്ളാഹുവോട് പറഞ്ഞാൽ മാറില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് രോഗത്തെക്കുറിച്ചും പ്രാർത്ഥിച്ചിട്ട് രോഗത്തിന് ഉത്തരം കിട്ടിയതിനെക്കുറിച്ചും പറയുന്നത് ആരെക്കുറിച്ച് അറിയും? അയ്യൂബ് നബിനെ കുറിച്ചാണ്. അപ്പോൾ അയ്യൂബ് നബിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ വിചാരിക്കുന്ന പോലെ മാറും. നിങ്ങൾ കഴിഞ്ഞവും സദസ്സിൽ തന്നെ ഇരുന്നാൽ എൻ്റെ പ്രസംഗത്തിനൊരു സൗകര്യമായിരിക്കും. പിന്നെ അപ്പോൾ മാറുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണോ അദ്ദേഹം? അല്ല. കാരണം വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്ന രൂപത്തിലുള്ള അത്രയും മാരകമായ അസുഖമായിരുന്നു. കണ്ടാൽ തിരിച്ചറിയാത്ത, ഒരു മനുഷ്യരൂപമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് ഉർക്കുളു ബിരിജിലേക്ക് കാലുകൊണ്ടൊന്ന് നിലത്ത് ചവിട്ടു. ഹദാ മുഗ്തസലും ബാരിദും വശറാബ്, ഭൂമിയിൽ നിന്ന് വെള്ളം വരികയാണ്. ആ വെള്ളം കുടിച്ച് കുളിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു പുതിയ മനുഷ്യനായി എന്ത് ചെയ്യാണ്? നിങ്ങൾ രണ്ടാമത് വരികയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതെന്തിനാണ് അള്ളാഹു നമുക്ക് ആ പ്രാർത്ഥന പഠിപ്പിച്ചെന്നത്? എന്തിനാണ് ആ പ്രാർത്ഥന പഠിപ്പിച്ചതെന്ന്? വഅയ്യൂബ ഇദ് നാദാ റബ്ബ അന്നീ മസ്സനിയല്ലുർ വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് തൻ്റെ റബ്ബിനെ വിളിച്ചു, എനിക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു, റബ്ബേ നീ കാരുണ്യവാനാണ്, നിനക്ക് എന്നോട് കരുണ കാണിക്കാൻ പറ്റും, എൻ്റെ അസുഖം സുഖാക്കാൻ പറ്റും. അത് മാറിക്കിട്ടി സുഹൃത്തുക്കളെ. ആ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് അന്ന് മാത്രമല്ല, എത്രയോ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും പറയാനില്ലേ? ഒരിക്കലും നടക്കുമെന്ന് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചതിന് എത്രയോ ഉദാഹരണങ്ങൾ പ്രാർത്ഥിച്ചവർക്ക് പറയാനുണ്ട്. പക്ഷേ അത്ര ബോധ്യത്തോടുകൂടെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. നമുക്ക് ഹൈറാണെങ്കിൽ കിട്ടും, ഹൈറല്ലാത്തത് കിട്ടൂല. അത് അള്ളാഹ് നമുക്ക് തന്നൊരു ഉറപ്പാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അഹങ്കരിക്കുന്നവരാരോ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദനായി നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹ് നമുക്ക് ഉറപ്പെന്ന കാര്യമാണ്. ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് ഉറപ്പ് പറയുമ്പോൾ ഉറച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള ഒരാൾ ഒരിക്കലും പതറൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു,
നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഒരു മാരകമായ അസുഖത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കിടക്കുമ്പോഴും പ്രാർത്ഥിച്ചാൽ ഇതും പടച്ചോൻ മാറ്റിത്തരും എന്നൊരു ചിന്ത മനസ്സിക്ക് വന്നാൽ ധൈര്യം കിട്ടും. അല്ലെങ്കിൽ ധൈര്യം കിട്ടും. പ്രാർത്ഥിച്ചാൽ പടച്ചോൻ ഇതെനിക്ക് പരിഹരിച്ച് തരും എന്ന ഉറപ്പുള്ള ഒരാൾ നിരാശപ്പെടും? ഒരിക്കലും നിരാശപ്പെടില്ല. നിരാശപ്പെടുന്നത് ആര് മാത്രമാണ്? അള്ളാഹുവിൽ ശരിയായ വിശ്വാസമില്ലാത്ത ആളുകൾ മാത്രമേ നിരാശപ്പെടുള്ളൂ എന്ന് അള്ളാഹ് ഖുർആന് പറയുന്നുണ്ട്. അപ്പം ആ ബോധ്യത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ സഹോദരങ്ങളെ, പ്രശ്നം എന്താണെന്ന് അറിയുങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ പടച്ചോൻ എൻ്റെ കാര്യത്തിൽ ഇടപെടൂ. അങ്ങനെ നമുക്കൊരു സംശയം തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവർ നമ്മളാണ്. നമുക്കറിയാം നമ്മുടെ രഹസ്യങ്ങൾ, അല്ലേ? എന്നെപ്പറ്റി ഏറ്റവും അറിയുന്ന ആൾ ആരാണ്? ഞാനാണ്. ഏറ്റവും നന്നായി അള്ളാഹ്ക്കറിയാം. പിന്നെ എൻ്റെ രഹസ്യങ്ങൾ അറിയുന്നവൻ ഞാനാണ്. കാരണം അള്ളാഹു അറിയും പോലെ നമുക്ക് നമ്മളെ പറ്റി അറിയാൻ പറ്റൂല. കാരണം അത് അള്ളാഹു വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നൊരു കാര്യമാണ്. അള്ളാഹുവിന് അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടിച്ചവൻ അറിയും പോലെ ആർക്കും അറിയാൻ പറ്റൂല. പിന്നെ നമ്മക്കാണ് അറിയുക. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ, പടച്ചോനെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത്? ഈ ചെയ്യണതൊക്കെ ശരിയാണോ? ഞാൻ ഇങ്ങനെ ചെയ്യണില്ലേ? ഇന്നത് കാണണില്ലേ? ഇന്നെ നോക്കണില്ലേ? ഇന്നത് ചിന്തിക്കണില്ലേ? ഇന്നെ പറയണില്ലേ? ഇന്നോട് ഇങ്ങനെ ചെയ്തിട്ടില്ലേ? ഇതൊക്കെ നമുക്കറിയും. അപ്പം നമുക്കറിയുമ്പോൾ നമുക്കൊരു സംശയമാണ്, പടച്ചോനെ എൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന നിനക്കറിയാമല്ലോ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടൂല സുഹൃത്തുക്കളെ. അതാണ് നമ്മളെ പ്രശ്നം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹറാമുകളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. ഈ തിന്മകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാതെ ദീന് കൊണ്ടുള്ള ഒരു സുഖവും നമുക്ക് മനസ്സുകൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര നിസ്കരിച്ചാലും നോമ്പൊറ്റാലും എന്തൊക്കെ തന്നെ നന്മകൾ നമ്മൾ പ്രവർത്തിച്ചാലും തെറ്റായ പ്രവർത്തനങ്ങൾ, ഹറാമാണെന്ന് നമുക്കറിയുന്ന തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാതെ നമുക്കൊരിക്കലും നമുക്ക് ദീന് കൊണ്ട് കിട്ടുന്നൊരു സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കില്ല. എന്താ ഈ തെറ്റ് എന്ന് പറയുമ്പോൾ, പാപങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് സമാധാനം കൊടുക്കാത്ത കാര്യം. ഒന്നാമത്തെ സമാധാനക്കേട് എന്താ വെച്ചാൽ ഇത് പുറത്തു വരുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പായം. മനസ്സിലായി? അപ്പോൾ അതൊരു പേടി തന്നെയല്ലേ. ഇപ്പോൾ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയോ പുരുഷനോ ഏതെങ്കിലും ഒരാൾക്ക് മെസ്സേജ് അയക്കുക, ഏതെങ്കിലും പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ മനസ്സ് കൊണ്ടിടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാര്യ അറിഞ്ഞാൽ ഒരു കുടുംബം അവിടെ അവസാനിക്കും. എൻ്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെടും, എൻ്റെ ജീവിതം എനിക്ക് അവസാനിക്കും എന്ന് തോന്നുമ്പോൾ പേടിണ്ടാവും. അപ്പോൾ ആ തെറ്റ് ചെയ്യണവനെ എത്ര പേടിച്ചിട്ട് കയറി ചെയ്യേണ്ടായിരിക്കാം, എത്ര ബുദ്ധിമുട്ടിയിട്ട് ചെയ്യേണ്ടായിരിക്കാം. ഒരു ലോൺ എടുത്ത ഒരാളെ പറ്റി നോക്കുക നിങ്ങൾ, ഒരു പലിശക്ക് ഒരു കടമെടുത്ത ഒരാൾ, അവനിങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ലേ, ഇതെങ്ങാനും എനിക്ക് അടക്കാൻ കഴിയാതെ വന്നാൽ, അല്ലെങ്കിൽ ഞാനിത് എത്ര അടക്കാൻ ശ്രമിച്ചാലും അള്ളാഹ് എനിക്ക് അതിനൊരു തൗഫീക്ക് തരാതിരുന്നാൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചിന്തിക്കുമ്പോൾ ഈമാനുള്ള ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്ത് സമാധാനത്തോടെ ജീവിക്കാൻ മനസ്സിൽ ഈമാനുള്ള ഒരാൾക്ക് പറ്റില്ല. അപ്പോൾ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും അള്ളാഹുവിലൊരു പ്രതീക്ഷയും പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടുമെന്നുള്ളൊരു ബോധ്യമൊക്കെ വേണമെങ്കിൽ തരും. നമ്മൾ നല്ലവരായി ജീവിക്കണം. നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇൻതജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലകും മുദ്ഖലൻ കരീമാ. ഇൻതജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെട്ട മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിലകും മുദ്ഖലൻ കരീമാ, മാന്യമായ സ്വർഗത്തിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. വലിയ തെറ്റുകൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ചെറുതൊക്കെ നിങ്ങൾക്ക് പുറത്തു തന്നിട്ട് ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാന്നാണ്. വേറൊരു നിലക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമുക്കൊക്കെ മരിക്കണ്ടേ സുഹൃത്തുക്കളെ? മരണം ഉറപ്പാകുന്ന സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മൾ ചെയ്ത മാരകമായ തെറ്റുകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണ്. എന്ത് സമാധാനത്തിലാണ് നമ്മൾ മരിക്കുക, എന്ത് ആശ്വാസത്തിലാണ് നമ്മൾ മരിക്കുക. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്കൊരു ബർക്കത്ത് തരും. ആ ബർക്കത്താണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഞാനിപ്പോൾ അടുത്ത ദിവസം ഉണ്ടായ ഒരു അനുഭവം പറയാം. ഒരു സംശയമായിട്ട് ഒരാൾ വന്നു. എന്താ സംശയം എന്ന് വെച്ചാൽ, അവർ പുതിയൊരു സ്ഥാപനം ആരംഭിക്കാൻ. അപ്പോൾ ആ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്താ അറിയോ, ദീനിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പരിപാടി ആ ഉദ്ഘാടനത്തിലുണ്ട്. ഞാൻ ആ വിഷയം മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയണത്. ആൾക്കാരെ സംശയിക്കാതിരിക്കാനുമാണ് ഞാനിത് പറയണത്. അപ്പോൾ എന്തോ ഒരു പരിപാടി എന്തുണ്ട്, അവർ ആ ഉദ്ഘാടന ചടങ്ങിൽ അത് നടത്താൻ പാടില്ല. അപ്പോൾ കുടുംബത്തിൽ കുറച്ച് ദീനൊക്കെ ഉള്ള ആൾക്കാർ ഈ
ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യരുത്, നമുക്ക് ദീനിയായിട്ട് പറ്റാത്തൊരു കാര്യമാണ്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും അതൊക്കെ പ്രഖ്യാപിച്ചു, പരസ്യത്തിൽ നോട്ടീസിലൊക്കെ കൊടുത്തു, ഇനി ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, നമ്മുടെ സ്ഥാപനം എല്ലാവരുടെയും സ്ഥാപനമാണെന്ന് തോന്നണമെങ്കിൽ അങ്ങനെയൊക്കെ ചില പരിപാടികൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കും എന്നൊക്കെ അവർ ന്യായം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നത് എന്താ വെച്ചാൽ, ആ സംഭവം എങ്ങാനും അവിടെ നടക്കുകയാണെങ്കിൽ അവിടെ പങ്കെടുക്കേണ്ട പല ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റൂല. അപ്പോൾ അവർ വിട്ടു നിൽക്കേണ്ടി വരും. അവർ വിട്ടു നിന്നാൽ ഇത്രമാത്രം മാനസിക ബന്ധവും അടുപ്പമുള്ള ആൾക്കാർ തമ്മിൽ അന്നത്തോടെ തെറ്റും, ആ ഉദ്ഘാടനത്തോടെ തെറ്റും. അപ്പോൾ അത് നടക്കും, അത് ഉണ്ടാവും ചെയ്യരുത്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ എന്താണ് ഒരു പരിഹാരം എന്ന നിലക്ക് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ, ഈ ഉദ്ഘാടന പരിപാടി നടത്തുന്ന ആൾക്ക് ഒരു വോയിസ് ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ ആ വോയിസ് നിങ്ങളോട് പറയണത് എന്തിനാ വെച്ചാൽ, പലപ്പോഴും പല തിന്മകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ഇപ്പോൾ ചെയ്താൽ അതുകൊണ്ടൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലേ നമ്മൾ വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ അതിനു വേണ്ടി നിശ്ചയിച്ചത്. അപ്പോൾ ഞാനോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ കച്ചവടമേറ്റ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തു വേണമെന്ന് വെച്ചാൽ അതിനൊരു കുരുത്തം കിട്ടണ്ടേ, അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് നിങ്ങൾക്ക് അതിന് ലഭിക്കണമല്ലോ. ആ ബർക്കത്ത് നിങ്ങൾക്ക് ലഭിക്കലാണോ അതോ ആളുകളുടെ ഒരു സമ്മതവും ഒരാനുകൂല്യവുമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെ ആ ഒരു ബർക്കത്താണെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം നിങ്ങൾ ഈ പരിപാടിയിൽ കൊണ്ടുവന്നാൽ എങ്ങനെയാണ് നിങ്ങളതിന് ബർക്കത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം ഇല്ലെങ്കിലും ഈ ബിസിനസ്സൊക്കെ വിജയിച്ചു പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വളരെ സ്നേഹപൂർവ്വമായിരുന്നു ആ വോയിസ് ഇട്ടത്. എനിക്കേറെ സന്തോഷം തോന്നിയത് ആ വോയിസ് കേട്ട ഉടനെ ആ പരിപാടി ക്യാൻസലാക്കി, ആ പ്രശ്നം അവർ ഒഴിവാക്കി. ഞാൻ നിങ്ങളോട് പറയണത് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കുകയാണ്, ആ വീടിക്ക് ഇറങ്ങുമ്പോൾ അതിൽ ഹലാലല്ലാത്തൊരു പൈസ അതിലേക്ക് വന്നാൽ സുഹൃത്തുക്കളെ, അത് ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അള്ള ഒരു കുരുത്തവും പൊരുത്തവും തന്നില്ലെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ, വാടകയ്ക്ക് താമസിച്ചാലും വേണ്ട, എനിക്കിങ്ങനത്തെ ഒരു വീട് വേണ്ടെന്നല്ലേ മനുഷ്യനെ ആലോചിക്കുള്ളൂ. അതൊരു വല്ലാത്ത കാര്യമാണ്. കാരണം ഒരു ദീനുള്ളവൻ്റെ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം വേണം. അതുകൊണ്ട് ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഞാനൊന്ന് ഒരു വിസ കിട്ടിക്കൂടെ, ഞാനൊന്ന് പോകുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. വിസ ഇട്ടി പോയാൽ പൈസ ഇട്ടൂലേ, പിന്നെ പ്രാർത്ഥിക്കണം എന്തിനാ? പിന്നെ പ്രാർത്ഥിക്കണം വേണം എന്തിനാ? മോളെ കല്യാണം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വരാൻ പറ്റൂലെങ്കിൽ നിങ്ങളൊന്ന് ദ്വാരക്കണം. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ജീവിതത്തിൽ എന്തു സാധിക്കും? നമുക്കെന്തു സാധിക്കും? ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കൂല. ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. സ്വത്തുകൊണ്ടും മക്കളെ കൊണ്ടും നിങ്ങളെ അവൻ സഹായിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, അവൻ നിങ്ങൾക്ക് നദികളെ ഒഴുക്കിത്തരും, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അവൻ കോരിച്ചെരിഞ്ഞു തരും. നിങ്ങൾ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കണം, തെറ്റുകളിൽ നിന്ന് മടങ്ങണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അതാണ്, തെറ്റുകളിൽ നിന്ന് മടങ്ങും മാത്രമേ ഇത് കിട്ടൂ. അള്ളാഹിൻ്റെ ഒരു തൗഫീക്കും അള്ളാഹിൻ്റെ ഒരു ബർക്കത്തും കിട്ടുമ്പോൾ സുഹൃത്തുക്കളെ ജീവിതം സന്തോഷമാകും, സമാധാനമാകും. സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നതാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഒരു കുരുത്തവും പൊരുത്തവും ജീവിതത്തിൽ കിട്ടുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. അതിൽ മറ്റൊരു കാര്യം എന്താ അറിയോ, അള്ളാഹിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്നത് ഫർളുകളാണ്. സുന്നത്ത് കൊണ്ട് കുറേ പ്രയോജനങ്ങളുണ്ട്, പക്ഷേ അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം സാമീപ്യം കിട്ടുക ഫർളുകൊണ്ടാണ്. അപ്പോൾ ഫർള് മുഴുവനാക്കാതെ സുന്നത്തുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫർള് മുഴുവനാക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ആരെ കണ്ടാലും ഒരു 10 റുപ്യോ 100 റുപ്യോ ഒരു വിഷയത്തേക്ക് ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല. അങ്ങനെ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം നിങ്ങളെ മുന്നിലൂടെ ബക്കറ്റ് വന്നു, കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൈസ നമ്മളെല്ലാവരും അതിലിടുന്നു. അപ്പം അത് നമ്മളൊരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് അല്ലേ? എന്നപ്പോൾ ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, ഈ സംഭാവന കൊടുക്കുന്ന ആളുകളൊക്കെ തങ്ങളുടെ സക്കാത്തൊന്ന് കൂട്ടി നോക്കിയിട്ടുണ്ടോ? സക്കാത്തൊന്ന് കൂട്ടി നോക്കുക, വെറുതെ കൂട്ടി വെക്കുക. നമ്മൾ ആഭരണം എത്ര ഉണ്ട് ഒന്ന് കൂട്ടി വെക്കുക. എല്ലാ മാസത്തിലും നമുക്ക് കിട്ടുന്ന വരുമാനവും നമ്മുടെ ചെലവും ഒന്ന്
കൂട്ടി നോക്കിയിട്ട് ഒരു വർഷത്തിലൊക്കെ ഒരു 25,000 റുപ്യോ ഒരു 30,000 റുപ്യൊക്കെ നമുക്ക് ബാക്കി വരുന്നുണ്ടോ അല്ലേ? നമ്മൾ ഒരു റബ്ബർ വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തേങ്ങ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൃഷിൻ്റെ സക്കാത്ത് എന്ന് കേട്ടിട്ടുണ്ട്, ശമ്പളത്തിൻ്റെ സക്കാത്ത് എന്ന് കേട്ടിട്ടുണ്ട്, ആഭരണത്തിൻ്റെ സക്കാത്ത് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്കുണ്ടോ സക്കാത്ത് കൊടുക്കാൻ? നമ്മൾ ആരെങ്കിലും പരിശോധിച്ചോ? സുഹൃത്തുക്കളെ, ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ. ചിലപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഒരു 50,000 റുപ്യ നമുക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 50,000 എന്ന് പറഞ്ഞാൽ ഒരു 1,250 റുപ്യ കൊടുക്കാണ്ടാവുക. 50,000 രൂപക്ക് ഒരാളിപ്പോൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ 1,00,000 രൂപക്ക് 2,500 റുപ്യ കൊടുക്കണ്ടുള്ളൂ. അപ്പോൾ ഒരു 50,000-ന് എത്ര കൊടുക്കേണ്ടി വരിക? ഒരു 1,250 റുപ്യ. 1,250 റുപ്യ നമ്മളൊരു കൊല്ലത്തിൽ നമ്മൾ പിന്നെ ചിലവാക്കണുള്ള അള്ളാൻ്റെ മാർഗത്തിൽ എത്ര റുപ്യ നമ്മൾ കൊടുക്കും? പക്ഷേ നമ്മളെ ഫറദിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. എത്ര സ്ഥലത്താണ് അക്കൈ മുസ്സലാത്ത വാത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കി നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കി നിസ്കരിക്കും. മാത്രല്ല സക്കാത്ത് കൊടുക്കാത്തവൻ്റെ പ്രശ്നം എന്താണ്? പടച്ചോൻ സക്കാത്ത് കറക്റ്റ് കൂട്ടിയിട്ട് കൊടുക്കാനുള്ള പൈസ തകിടുകളാക്കിയിട്ട് അവിടെ ഏറ്റവും മാംസളം ആ ഭാഗങ്ങൾ ചൂട് വെച്ചിട്ട് ഹാദാമക്കനസ്തും, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതാണെന്ന് പറയുന്നതാണ്. എന്താ സുഹൃത്തുക്കളെ സക്കാത്തിന് ഇത്ര വലിയ പ്രശ്നം? എന്തത്ര പ്രശ്നം? നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ ഭീകരത വർണ്ണിക്കുന്ന ഒരായത്തുണ്ട് സൂറത്ത് ഹാക്കയിൽ. അവിടെ പറയുന്ന വാക്കെന്താ? നിങ്ങൾ ഖുദൂഹു ഫഗുല്ലൂഹു തുമ്മൽ ജഹീമ സ്വല്ലൂഹു തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂഹു. അവനെ പിടിച്ചു കെട്ടു, 70 മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് ബന്ധിക്കൂ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, ഉന്നതനായ മഹാനായ അല്ലാഹുവിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് അവൻ ഒരു പ്രേരണയും നടത്തിയിരുന്നില്ല. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് ഒരു പ്രേരണയും അവൻ നടത്തിയിരുന്നില്ല. അറഅയ്തല്ലദീ യുകന്നിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് വേണ്ടി അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെ, വലിയ തെറ്റാണ്. കാരണം പണമുള്ളവന്റെ സക്കാത്ത് കൃത്യമായി വീതിച്ചു കൊടുത്താൽ ഭക്ഷണമില്ലാത്തവന്റെ പ്രശ്നം തീരും. രോഗത്തിന് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവൻ്റെ പ്രശ്നം തീരും. ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും അതിൽ വേണ്ട. ഈ വെള്ളിയഞ്ചേരി പ്രദേശത്തിൽ സക്കാത്ത് കൊടുക്കാവുന്ന സക്കാത്ത് ഈ പള്ളിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് സക്കാത്തിൻ്റെ 8 അവകാശികളെ ശരിക്കും കണ്ടുപിടിച്ച് അന്വേഷിച്ച് കൊടുത്താൽ ആവശ്യക്കാരൻ്റെ പ്രശ്നം അതുകൊണ്ട് തീർന്നിരിക്കും. അത് അള്ളാൻ്റെ ഒരു സംവിധാനമാണത്. പാവപ്പെട്ടവൻ അവകാശപ്പെട്ട പണം കിട്ടാതെ പ്രയാസപ്പെട്ടാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് ഭയാനകമായ നരകം വാഗ്ദാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന് നമുക്ക് ബാധ്യതയും കടമയുള്ളത് കൊണ്ടാണ്. ഫറലുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. അവിടെ ചെയ്തോ ഫറലുകൾ നമ്മൾ ചെയ്യണം. നിസ്കാരത്തിൻ്റെ കാര്യം സുഹൃത്തുക്കളെ, ഞാൻ ആരെയും കുറ്റം പറയാനും ആക്ഷേപിക്കാനെന്നല്ല. നിസ്കാരത്തിൻ്റെ കാര്യം ഞങ്ങൾ വെച്ച് ജുമാക്ക് നമ്മളെ പള്ളിക്ക് എത്ര ആളുണ്ടാവും? സ്ഥലമില്ലാഞ്ഞിട്ട് പിന്നെയും പള്ളി വലുതാക്കുക കോടികൾ കൊടുത്തിട്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടുത്തെ പള്ളികളിലൊക്കെ ആളുകൾ ഇങ്ങനെ അങ്ങാടി പള്ളിയിൽ വരുന്ന പോലെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് കാറും വണ്ടിയും വിളിച്ച് വരില്ല. ഇവിടെ പള്ളിക്ക് ജുമാക്ക് വരിക ആരാ സുഹൃത്തുക്കളെ? ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ ജുമാക്ക് വരിക. പുറത്തുനിന്ന് എത്ര ആളുണ്ടാവും ജുമാക്ക്? ആ ആൾക്കാരൊക്കെ എന്താന്ന് വിചാരിച്ചാൽ രാത്രി 12 മണി മുമ്പായിട്ട് എല്ലാവരും വീട്ടിൽ വന്ന് കിടന്നു. ഓർക്കൊക്കെ എന്താ സുബൈക്ക് പള്ളിക്ക് എന്നാൽ? എന്നാൽ എത്ര ശതമാനം ആൾ വരും പള്ളിക്ക്? എത്ര ശതമാനം ആളുകൾ പള്ളിയിലേക്ക് വരും? ബാക്കിയുള്ളവരെന്താ വരാത്തത്? സുഹൃത്തുക്കളെ, നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമെങ്കിൽ ആ നമസ്കാരത്തോടൊരു താല്പര്യം വേണം. ആ നമസ്കാരത്തിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാവണം. ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അവർക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഒരു ഫറള് നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ മഹത്വം പോലും മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീനുമായി അയാൾക്ക് എന്ത് ബന്ധമാണുള്ളത് സുഹൃത്തുക്കളെ? എന്ത് ബന്ധമുള്ളത്?
നിസ്കരിക്കാത്ത ഒരാളുടെ അവസ്ഥ കാര്യം, നിസ്കരിക്കാത്ത ഒരാൾ അവനൊരു വിവാഹം നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ നിക്കാഹ് ശരിയാവൂല. കാരണം മുസ്ലിമിനെ നിക്കാഹ് ചെയ്യാൻ പറ്റുള്ളൂ, നിസ്കരിക്കാത്ത മുസ്ലിമാ. നാളെ മക്കത്തേക്ക് ഉംറക്ക് പോയാൽ ഓൻ നിസ്കരിക്കാത്തുണ്ടെങ്കിൽ ഓനെ ഹറമുക്ക് കടത്താൻ പറ്റൂല, ഓൻ അറുത്ത തിന്നാൻ പറ്റൂല. മനസ്സിലായി? അവൻ മരിച്ചാൽ, അവൻ്റെ വാപ്പ മരിച്ചാൽ അവന് സ്വത്ത് അനന്തരം എടുക്കാൻ പറ്റൂല. കാഫിറിന്റെ ഹുക്കുമാണ് നിസ്കരിക്കാത്തവൻ. മൻ തറക സലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫർ, അവൻ കാഫിറായി എന്നാണ് നിസ്കരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഫറളുകൾക്ക് അതിൻ്റെ അർഹിക്കുന്ന സ്ഥാനം നമ്മൾ കൊടുക്കണം. ഒരു ആണാണോ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ സുഹൃത്തുക്കളെ ഈ ബാങ്ക്, ഈ മൈക്ക വെച്ച് ഈ ബാങ്ക് കൊടുക്കേണ്ട കാര്യം എന്താണ്? എന്തിനാ ബാങ്ക് കൊടുക്കേണ്ട കാര്യം? പള്ളിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ഞാൻ വിളി കേട്ടിട്ടും പോവാതിരിക്കുന്നു എന്നത് ചില്ലറ നിയമലംഘനമല്ല. അപ്പോൾ നമ്മുടെ ഫറളുകളെ വളരെ കണിശതയോടെയും കൃത്യതയോടുകൂടെയും നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴേ നമുക്കതുണ്ടാവുള്ളൂ. ദീന് കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹുവിൻ്റെ സ്നേഹവും നമുക്ക് ലഭിക്കണമെങ്കിൽ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ട് നന്മകളെ നമ്മൾ സ്വീകരിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ നിർബന്ധമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം, ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വയലൊക്കെ നടക്കണു, ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. നമ്മുടെ എല്ലാ ആളുകളും ദീനിൻ്റെ കാര്യങ്ങൾ ശരിയായി പഠിക്കണം. ഇനിയിപ്പോൾ എല്ലാവരും നമുക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള ആളുകളെ നിങ്ങൾ ദീൻ ശരിയാം വണ്ണം പഠിപ്പിച്ചിരിക്കണം. കാരണം ദീന് കൊണ്ടല്ലാതെ ഇനിയുള്ള ജീവിതത്തിൽ നമുക്കൊരു സമാധാനം കിട്ടൂല. കാരണം നമ്മുടെ മക്കളും നമ്മുടെ പുതിയ തലമുറയും എല്ലാം ഒരു പുതിയ സംസ്കാരത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് വെറുതെ ഞാൻ പറയല്ല നിങ്ങളോട്, മനസ്സിലായി? പക്ഷെ ദീനുള്ളവരെ നമുക്ക് എവിടെയും നിയന്ത്രിക്കാനും പിടിക്കാനും പറ്റും. ഇപ്പോൾ ഈ പ്രേമമൊക്കെ ഉണ്ടായി കൊണ്ടുവരുന്ന കുട്ടികൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാൻ പറയാം. പെൺകുട്ടികൾ എന്താ പറയുക, എൻ്റെ വാപ്പനെയും ഇമ്മനെയും വിഷമിപ്പിച്ചങ്ങാണ്ട് ഞാൻ പോകില്ല, എനിക്ക് അയാളെ തന്നെ മതി, പക്ഷെ എൻ്റെ വാപ്പനെയും ഇമ്മനെയും വിഷമിപ്പിച്ച് ഞാൻ പോകില്ല. ആ ഒരു വാക്ക് മതി നമുക്ക്, ഓളെ നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റും. ആ എന്താ വാപ്പനെയും ഇമ്മനെയും വിഷമിപ്പിച്ചിട്ട് പോവാത്തത് എന്തുകൊണ്ടാണ്? വാപ്പൻ്റെ ഇമ്മൻ്റെ ഒരു കുരുത്തക്കേട് വാങ്ങിയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുരുത്തം ഉണ്ടാവില്ല. അത് അള്ള പറഞ്ഞാണ്, റസൂലുള്ള പറഞ്ഞതാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിൻ്റെ തൃപ്തി, അവരുടെ കോപത്തിലാണ് റബ്ബിൻ്റെ കോപം. അപ്പോൾ വാപ്പാനെയും ഇമ്മാനെയും വിഷമിപ്പിച്ചിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് വിജയിച്ച ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി പറയും ഇപ്പാക്കും ഉമ്മാക്കും സമ്മതമല്ലാതെ പോണ പ്രശ്നമില്ല. അത് പറയണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് വേണം? ദീന് വേണം സുഹൃത്തുക്കളെ, മനസ്സിൽ ദീന് വേണം. ദീന് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഇനി നമുക്ക് നമ്മുടെ ഭാവി തലമുറയില്ല. നിങ്ങൾക്കറിയോ, വിവാഹങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതിലൊക്കെ ഇടപെടുന്ന ആൾക്കാരിലൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, എന്താ അറിയോ, ആണുങ്ങളുടെ വിവാഹത്തിന് മുമ്പുള്ള ജീവിത പ്രശ്നങ്ങൾ അതിലുണ്ട്. എന്ത് പ്രശ്നങ്ങളാണ്? ഈ ഫോണിൻ്റെ പ്രശ്നം തന്നെ. ഈ ഫോൺ നിങ്ങൾക്ക് അറിയോ സുഹൃത്തുക്കളെ, മനസ്സിലായി? എവിടെയെങ്കിലും കുളിക്കടവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്സ് മാസികകളിലോ ഒക്കെ തെരഞ്ഞ് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും കാട്ടിനും പൊന്തൻ്റെ ഉള്ളിൽ പോയി ഇരുന്നുങ്ങാട്ട് കണ്ടിരുന്നതാണ് പഴയ കാലത്തെ കാഴ്ചകൾ. അങ്ങനെയാണ് പഴയ കാലത്തെ ആൾക്കാരൊക്കെ കണ്ടിരുന്നത്. ഇന്ന് അതല്ല അവസ്ഥ, നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം ആളുകൾക്ക് കാണാനും അനുഭവിക്കാനും വേണ്ടി നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോകൾ കോടിക്കണക്കിന് സൈറ്റുകളിൽ ഡൗൺലോഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെക്കൻ ഒരു നേരം ഇരുന്ന 24 മണിക്കൂർ കണ്ണില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ കാണാൻ മാത്രം തോന്നിയാസങ്ങൾ ഈ ഫോണിൽ നിന്ന് കിട്ടും. 200 റുപ്യക്ക് മാസം ചാർജ് ചെയ്താൽ ഓൻ്റെ ജീവിതം നശിക്കാൻ അത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഓൻ്റെ ജീവിതം നശിക്കാൻ അത് മാത്രം മതി. ഈ കഴിഞ്ഞ ജുമാ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. ആ ചെറുപ്പക്കാരനെ കണ്ടാൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, അവനാകെ ക്ഷീണിച്ച് അവശനായി ഒരു പ്രത്യേക രൂപത്തിലാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് നിർത്താൻ പറ്റണില്ല ഉസ്താദ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും, എൻ്റെ കുടുംബം തകർന്നു പോകും. ഇപ്പം എന്താന്ന് ഞാൻ ചോദിച്ചു. അവൻ പറയാണ് 14-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് മോശപ്പെട്ട വീഡിയോകൾ കാണാൻ.
ഫോണ് നെറ്റ് കിട്ടുന്നതിൻ്റെ മുമ്പ് കാലത്ത് എന്താണ് മെമ്മറി കാർഡും CD-യും ഒക്കെ ഉപയോഗിച്ചിട്ട് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ കണ്ട് വന്ന് ഇന്നിപ്പോൾ 2 കുട്ടികളായിട്ടും അവനത് നിർത്തിയിട്ടില്ല. ഇപ്പം നിർത്താൻ ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്താ? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്ത് ബോധ്യപ്പെടുത്തി കൊടുക്കണം? ജീവിതം നശിച്ചു പോകും ഇത് കണ്ടാൽ. അത് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അതവർക്ക് ആരാ പറഞ്ഞു കൊടുത്തു? സുഹൃത്തുക്കളെ, ആരാ പറഞ്ഞു കൊടുത്തത്? ഒരാൾക്കും നല്ല ഈമാനുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടാൻ പറ്റുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ ജീവിതത്തിലെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. അത് ഓരോന്നും ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു ചെറുപ്പക്കാരൻ പെട്ടുപോയാൽ അവൻ്റെ സാഹചര്യം അവന് ശരിക്കും ഭ്രാന്താണ്. ഞാൻ പറഞ്ഞ ഒരു മദ്യപാനിയെയോ ഒരു കഞ്ചാവിൻ്റെ ആളെയോ ഒരു MDMA കഴിച്ചവനൊക്കെ നമുക്കൊരു മാസം കയ്യിൽ കിട്ടിയാൽ നേരാക്കാൻ പറ്റും. പക്ഷേ ഈ തോന്നിയാസങ്ങൾ കണ്ട് ഫോണിൽ കാണുന്ന ആളെ നേരാക്കാൻ ചിലപ്പോൾ നിങ്ങൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് പറ്റിക്കോണമെന്നില്ല. ഇപ്പം നമ്മുടെ കുട്ടികളതിൽ പെട്ടുപോകാൻ പറ്റൂല. പെട്ടുപോകാതെക്കണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയൊക്കെ പെട്ടുപോകണങ്ങൾ ഞാൻ ഇതിൽ അഡിക്റ്റായി വരുന്ന പയ്യന്മാരോട് ചോദിക്കുമ്പോൾ ഓർക്ക് എന്താ പറയുക? ഓർക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം. ലിങ്ക് പറഞ്ഞാൽ 1, 2, 4, 5 ഇംഗ്ലീഷിലെ അക്ഷരങ്ങളും വാക്കുകളേ ഉണ്ടാവുള്ളൂ. ഇതൊന്ന് പോയി കണ്ടു നോക്കണം. എന്താണെന്നറിയില്ല. ഇതൊന്ന് പോയി കണ്ടു നോക്കുക എന്ന് പറയും. അതൊന്ന് അമർത്തി ഒരു വീഡിയോ കണ്ടാൽ, ഒരു 3 മിനിറ്റ് കണ്ടാൽ പിന്നെ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ അതിലായിരിക്കും. അതിനെന്താണ് സഹോദരങ്ങളെ പരിഹാരമാർഗം? അതുപോലെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്ത്? ഒന്ന്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പോയി. അവന് പിന്നെ വിവാഹമില്ല, അവന് പിന്നെ ഭാര്യ വേണ്ട, അവനൊരു മാനസിക രോഗിയാണ്, അവന് പഠനമില്ല, പരീക്ഷയില്ല, ജോലിയില്ല, വാപ്പല്ല, അമ്മല്ല. ഇത് കണ്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഓരോ കാഴ്ചയും കുറ്റമാണ്. ഐനാനി സിനാഹുമ അന്നദർ, കണ്ണിൻ്റെ നോട്ടം അത് വ്യഭിചാരമാണ്. ഇന്നഹാ ഇൻ തകും മിത്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, ഒരു കടുക് മണിയുടെ കഷ്ണമാണെങ്കിലും അള്ള കൊണ്ടുവരും. നീ എന്ത് ചെയ്താലും അള്ള കാണും, അള്ള രേഖപ്പെടുത്തും, അള്ള നിന്നോട് ചോദിക്കും എന്നുള്ള ബോധം മനസ്സിലുണ്ടായി കൊടുക്കുക. ദീനെ നമ്മളെ കുട്ടികൾക്ക് ദീന് കിട്ടണം. സുഹൃത്തുക്കളെ, അതിന് എവിടെയാണ് അവസരം? നമ്മളെ കുട്ടീനേറ്റ് ഞായറാഴ്ച രാവിലെ എവിടെയാണോ മുതിർന്ന കുട്ടികൾക്ക് ക്ലാസ്സും പരിപാടിയും നടക്കുന്നത് അവിടേക്ക് നമ്മളെ കുട്ടീനെ കൊണ്ടുപോകണം. അവിടെ നമ്മളെ കുട്ടീനെ അവിടെ നിർത്തി ഓൻ്റെ ക്ലാസ് കയ്യോളം കാത്തുനിന്നിട്ട് ഓനെ തിരിച്ചു കൊണ്ടുവരണം. ആ സമയം ഒരിക്കലും നമുക്ക് നഷ്ടാവില്ല. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പറയേ, പെൺകുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ കേട്ട കാര്യമാണ്, മനസ്സിലേ? ഇന്ന് ഞാൻ കേട്ടത് ഒരു ലഹരി വിതരണ സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തി പറയാണ്, എന്താ അറിയോ, അവരുടെ ലഹരി വിതരണം ചെയ്ത കാലഘട്ടത്തിൽ ഇത് മാറി വന്നൊരു കക്ഷിയാണ് അദ്ദേഹം. ഏറ്റവും അധികം അയാൾക്ക് ലഹരി വിൽക്കാൻ സഹായിച്ചിരുന്നത് പെൺകുട്ടികളാണെന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്? പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നു. പെൺകുട്ടികളും ഓരോ കോളേജിലും ഓരോ ക്യാമ്പസിലും അന്നുണ്ടായിരുന്ന കുട്ടികളെ അയാൾക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും നിങ്ങൾ, എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത്. കാരണം പെൺകുട്ടികളാവുമ്പോൾ പെട്ടെന്ന് സംശയിക്കൂല. എന്നിട്ട് എന്താണ് പറയണത് നിങ്ങൾ? ഇത് ഇവരും ഉപയോഗിക്കും, ഇതിവർ വിതരണം ചെയ്യും. അവസാനം കൊടുക്കാൻ പൈസ ഇല്ലാതെ ആവുമ്പോൾ അവർക്കിത് കിട്ടണമല്ലോ, അത് കിട്ടാൻ വേണ്ടി അവരുടെ ശരീരം വിൽക്കും. അങ്ങനെ അവസാനം ആ പെൺകുട്ടികൾ മുഴുവനും വേശ്യകളായി മാറുന്നു, മറ്റുള്ളവരുടെ എത്തുന്നു. ഞങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മളിതിനെപ്പറ്റി ഒന്നും പേടിക്കും ബേജാറാവും വേണ്ട. സഹോദരങ്ങളെ, നമുക്കൊക്കെ തിന്മ ചെയ്യാൻ അവസരമില്ലാഞ്ഞിട്ടാണോ? മുന്നിൽ വേണ്ടാന്ന് നിൽക്കണം. എന്തുകൊണ്ടാ? പഠിച്ചോനെ പേടിച്ചിട്ടാണ്. ഈ പേടി നമ്മളെ കുട്ടികളെ മനസ്സുക്ക് വരണം. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളെ ക്ലാസ്സിലൊക്കെ ഈ പ്രേമല്ലേ എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, എല്ലാവർക്കും ഉണ്ട്, പ്രേമമില്ലാത്തൊരു കുറവാണ് 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം എന്ത് നിനക്കില്ലാത്തത്? അപ്പോൾ അവൾ കൃത്യമായി എനിക്ക് പറഞ്ഞു എന്തുകൊണ്ട് അവളെടുത്തേക്ക് പ്രേമിക്കാൻ വേണ്ടി വന്ന ചെക്കന്മാരെ തിരിച്ചയച്ചത് എന്തുകൊണ്ട്. അത് അവൾക്കുള്ള അറിവാണ്, ബോധ്യമാണ്. അവളുടെ ഉമ്മ കൊടുത്ത, അവൾക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയ, അവൾക്ക് കിട്ടിയ വിവേകത്തിൽ നിന്നും അറിവെന്നുമാണ് അവളവരെ തിരിച്ചു പറഞ്ഞയച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെ സുഹൃത്തുക്കളെ, ഉത്ബോധനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം.
ഞാൻ ചിന്തിക്കുന്നത് നല്ലൊരു കോലത്തിൽ ജീവിച്ച് വന്ന് വളരെ ദീനിയായിട്ട് മുന്നോട്ട് പോയിരുന്ന ആളുകൾ കുറച്ച് പ്രായവും സമയമൊക്കെ ആകുമ്പോൾ വഴിതെറ്റിപ്പോകുന്നതും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 10ഉം 60ഉം 65ഉം ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ടും എന്താണ് തെറ്റിപ്പോകുന്ന ആളുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കാരണം കുറേ കാലം യാതൊരു പ്രശ്നമില്ലാതെ ജീവിച്ച ആൾക്കാർ ഈ ഫോണ് കിട്ടിയതിന് ശേഷം പലപ്പോഴും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പോൾ ഇതിന്നൊക്കെ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ദീന് കേൾക്കാനും പഠിക്കാനുമുള്ള നല്ല അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ശരിയായി നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. കേട്ടുകൊണ്ടേയിരിക്കണം ഉത്ബോധനങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും എന്ത് ചെയ്യും, നമ്മൾ വഴിതെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഈ ദീനിൻ്റെ ഒരു തസ്കിയത്തും പരലോകബോധവും പടച്ചോനെക്കുറിച്ചുള്ള ഈമാനും വിശ്വാസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ തൗഹീദും ദീനും ആദർശവും നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നത്, ആരാണോ ശരിയും ദീനും പറയണത് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടുള്ള നഷ്ടം എന്താ അറിയുങ്ങൾ? ഇപ്പം നമ്മളൊക്കെ ഒന്ന് സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും ആൾക്കാർക്ക്, മുമ്പ് കേട്ട ആൾക്കാർക്കൊക്കെ. ശരിക്കും ഒരു പേടിയാണ് കസേരയിൽ വന്നിരിക്കാനും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ദൂരെ മറിഞ്ഞെന്ന് കേൾക്കും. കാരണം നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രസംഗിക്കാൻ പോകാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 10-30 കൊല്ലമായി. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നമില്ലാത്ത കാലഘട്ടത്തിലും നമ്മളൊക്കെ പ്രസംഗിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്നൊക്കെ കേട്ട ആൾക്കാർക്ക് കേൾക്കണം, ഒരു പേടിക്കും. ഈ പേടിക്കുള്ളൊരു കാരണം എന്താ പറയുക? നമ്മളിപ്പോൾ ഒരു സുന്നി പ്രദേശത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു വയൽ വെച്ചാൽ എന്താണ് ആ സുന്നിയാൾ വരാത്തത്? വയലിന് എന്താ ഒരു വരാത്തത്? എന്താ വെച്ചാൽ ഓർക്ക് തെറ്റിദ്ധാരണയാണ്. എന്തൊക്കെ തെറ്റിദ്ധാരണ? ഇവർ എന്ന് പറഞ്ഞാൽ സലാത്തില്ല, ദിക്റില്ല, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പോത്ത് ചത്ത കൊണ്ടുപോയി കുഴിച്ചിടുന്ന മാതിരി കുഴിച്ചിടും. അങ്ങനെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുക. ദിക്റില്ല, ദുആ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ റസൂലുള്ളാഹിനെ അവർക്ക് ബഹുമാനമില്ല, മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയൊക്കെ അവർക്ക് പുച്ഛാണ്. പിന്നെ വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഓൽക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല, ഓൽക്ക് വേണ്ടി ദുആ ഇറക്കൂല, ഓല ഖബറിങ്ങ പോകൂല. ഇങ്ങനെ എന്തൊക്കെയാ പറയണത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയില്ലേ? അതൊക്കെ ശരിയാ? ആ പറഞ്ഞതൊക്കെ ശരിയാ സുഹൃത്തുക്കളെ? നമ്മളിതിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം. നമുക്ക് സ്വലാത്തില്ലേ? രാവിലെ നമ്മൾ രാവിലത്തെ ദിക്റുകൾ ചെല്ലുമ്പോൾ അതിൽ നമ്മൾ സ്വലാത്തില്ലുണ്ട്. ദുആ ഇറക്കുമ്പോൾ സ്വലാത്ത് ചെല്ലിയാലേ ദുആ കബൂലാകുള്ളൂ. അള്ളാഹുവിനോട് എപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ആദ്യം സലാത്ത് ചെല്ലണം, നല്ലുണ്ടാവും. നിസ്കാരം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലോ സലാത്ത് ചെല്ലണം. പിന്നെ ഏത് സന്ദർഭത്തിൽ നമുക്ക് സ്വലാത്ത് ചെല്ലാം. മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശർ, അള്ളാഹു 10. പിന്നെ ദുആ ഇല്ലേ? നമുക്ക് ദുആ ഇല്ലാതെ നമ്മളൊരു 5ാം ക്ലാസ്സിലെ കുട്ടീനെ വിളിച്ചിട്ട് മോനെ ജാനക്ക് പഠിച്ച് ദുആക്ക് ചെല്ലിക്കാരണം ഉറങ്ങാൻ പോകുമ്പോഴുള്ള ദുആ, പിന്നെ ഉണർന്നുള്ള ദുആ, ഭക്ഷണം കഴിഞ്ഞാലുള്ള ദുആ, അതേപോലെ തന്നെ മയ്യത്ത് കാണുമ്പോഴുള്ള ദുആ, ആകാശത്ത് മാസപ്പിറവി കണ്ടാലുള്ള ദുആ, പിന്നെ ദുആ, പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ദുആ. എത്ര ദുആ സുഹൃത്തുക്കളെ നമുക്ക് കാണാതെ അറിയണത്. എന്നാൽ ദുആ അല്ലാന്ന് നമ്മളോട് പറയുമ്പോൾ എല്ലാവരും അതാണ് വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഒരു സാധാരണ ഈ യാഥാസ്ഥിക സുന്നികളിൽപ്പെട്ട ഒരാൾ സാധാരണക്കാരനെ വിളിച്ചിട്ട് ഒരു 10 ദുആ പറഞ്ഞാൽ ചിലപ്പോൾ ഓർക്ക് ഓർമ്മ ഉണ്ടായിക്കോളുന്നില്ല. നമ്മളൊരു മുജാഹിദ് മദ്രസ പഠിച്ചൊരു കുട്ടിയെ വിളിച്ചിട്ട് ദുആ ചോദിച്ചാൽ ഓന് എത്ര ദുആ പറഞ്ഞു കൊടുക്കും അല്ലേ? പിന്നെ മഹാത്മാക്കളി പുണ്യാത്മാക്കളി ബഹുമാനിക്കണില്ല. നമുക്ക് ബഹുമാനല്ലേ? നമ്മൾ ഈ മഹാന്മാരും മഹത്തുക്കളുമായിട്ടുള്ള ആളുകളും അവർ പറഞ്ഞ വാക്കുകളും എത്ര നിലക്ക് നമ്മൾ സ്വീകരിക്കണം, എത്ര ബഹുമാനത്തോടു കൂടിയാണ് ഇമാമിങ്ങളെ നമ്മൾ കാണുന്നത്. ഇത് വെറുതെ പറയാണ്. പിന്നെന്താ മഹത്തുക്കളോടും നമ്മൾ പിന്നെ എന്താ ചെയ്യാത്ത കാര്യം? എന്താ വെച്ചാൽ നമ്മൾ ബദരീങ്ങളെ മുഹീദ്ദീൻ ശൈഖ് എന്ന് വിളിക്കൂല. അതാണ് ഓലെ ബഹുമാനം എന്നുണ്ടെങ്കിൽ ആ ബഹുമാനം ഞമ്മക്കില്ല. അള്ളാനെ ബഹുമാനിക്കണ പോലെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കാൻ പറ്റില്ലല്ലോ. ഒരാ തത്രുക്ക മാത്രത്തിൻ നസാറ ഈസാബിന് മറിയമിനെ ചെയ്ത പോലെ നിങ്ങൾ എന്നെ ചെയ്യരുത്. ഈസബിന് മറിയമിനെ പുകഴ്ത്തി അള്ളാഹുവിൻ്റെ പുത്രനാക്കി. എന്നെ നിങ്ങൾ അങ്ങനെ ആക്കരുത്. അപ്പോൾ പുകഴ്ത്താം, മഹത്വപ്പെടുത്താം, പക്ഷെ അള്ളാഹിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്താൻ പറ്റൂല. മഹാനായി കാണണം, പ്രവാചകനെ പ്രവാചകനായി കാണണം, മലക്കനെ മലക്കായി കാണണം. അങ്ങനെ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് അള്ളയായിട്ട് കാണുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ തകരാറായി പോകും. ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ എത്രയാണ് സുഹൃത്തുക്കളെ? ഈ തെറ്റിദ്ധാരണകൾ കേട്ട് എന്ത് ചെയ്യും? നമ്മളൊരു പരിപാടി പ്രസംഗം നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവർ ദൂരെ നിൽക്കും. അപ്പോൾ എപ്പോഴെങ്കിലും യാദൃശികമായി ഒരുത്ത സദസ്സിൽ വന്നിരുന്നാലോ പിന്നെ അവൻ എല്ലാ പ്രസംഗത്തിനും വരും, എല്ലാ ജുമാക്കും വരും, എല്ലാ നിസ്കാരത്തിനും വരും. അത് വന്നു കഴിഞ്ഞാലാണ് ഉണ്ടാകുക. ഇപ്പം നോക്ക് നിങ്ങൾ, നമുക്കറിയാം നമ്മളുടെ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് നമുക്കറിയാം ഭയങ്കരമായി ആളുകൾക്ക്, ഇഷ്ടം പോലെ ആളുകൾക്ക് ദീനിൻ്റെ വെളിച്ചം കിട്ടി. നമുക്ക് ആ കടപ്പുറത്ത് വന്നവർക്ക് അറിയാൻ പറ്റും. കടപ്പുറത്ത് നമ്മുടെ എല്ലാ കണക്കും തെറ്റിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അത്രയധികം സ്ത്രീകൾ ഒഴുകി അവിടെ വന്നത് നമ്മൾ പീസ് റേഡിയോയും അതേപോലെ പ്രസംഗങ്ങളും പരിപാടികളൊക്കെ കേട്ടിട്ട് വന്നതാണ്.
അപ്പോൾ അത്ര അധികം ആൾ ഇപ്പോൾ ഇങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി. സാധാരണഗതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ പ്രസംഗം നമുക്ക് നിർത്താൻ പറ്റൂലല്ലോ, നമുക്ക് പ്രസംഗിക്കണം. നമ്മുടെ മെമ്പർമെന്റ് ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന പെരിന്തൽമണ്ണ മെമ്പറിൽ പോലും ഒരു ദിവസം ഒരാൾ വന്ന് കയറി എന്നെ പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇറക്കി ഓരെന്ത് ചെയ്തു, മെമ്പർമ കയറി മെമ്പർമ ഖുതുബ നടത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അത്രമാത്രം നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി മെമ്പറിൽ പോലും പ്രസംഗിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് പ്രസംഗിക്കാൻ വേദി വേണം, നമുക്ക് ആളുകളോട് ഈ കാര്യങ്ങൾ പറയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കി. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മുടെ പ്രവർത്തനമായിട്ട് പോകാം, ആരെയും കുറ്റം പറയാനും വിഷമിപ്പിക്കാനൊന്നും പോകണ്ട, നമ്മളെ കാര്യം പറഞ്ഞു പോകാമെന്നാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്തത്, തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ പറയും, ഈ ദീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വയൽ വെക്കുമ്പോൾ ആ വയലിൽ മുഴുവനും ദീനിൻ്റെ ഒരു കാര്യങ്ങളും പറയാതെ തെറ്റിദ്ധരിപ്പിക്കുക. എന്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കളെ, വ്യഭിചരിച്ചു കള്ളുടിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് സഹിക്കാം, ഒരു മാനക്കടലേ വരുള്ളൂ. ഇതെന്താ നിങ്ങൾ, നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതിയാണിത് തൗഹീദ്. ആരെങ്കിലും ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗല്ല എന്നാണ്. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന, ശിർക്കില്ലാതെ ചെന്നാൽ സ്വർഗത്തേക്കാണ് കടക്കാൻ. ആ ശിർക്കാണ് സത്യത്തിൽ നമ്മുടെ കൂടെയൊക്കെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ എത്രയോ പ്രാവശ്യം കൂടെ കടന്നുറങ്ങിയ ഒരേ സ്റ്റേജിൽ ഒന്നിച്ച് പ്രസംഗിച്ച ആളുകളാണ് എന്ത് ചെയ്യണത്, ആരോപിക്കുന്നത്. നമ്മളതിനൊന്നും മറുപടി പറയണ്ട, നമ്മളതിന് മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ തെറ്റിദ്ധാരണ പേടിച്ചിട്ട് നിങ്ങൾ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കാതിരുന്നാൽ അതിൻ്റെ നഷ്ടം ചെറുതാവൂല, അതിൻ്റെ നഷ്ടം ചെറുതായി. എൻ്റെ പ്രസംഗം കേൾക്കാത്തില്ല ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളുടെ പ്രസംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ വാപ്പമാർക്കും ഇവരൊക്കെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കീങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പ്രസംഗത്തിൻ്റെ സ്റ്റേജിൽ വരാനും കസേരയിൽ ഇരിക്കുവാനും നമ്മുടെ മനസ്സുകൾക്ക് പറ്റാതെയായാൽ ദീൻ പഠിക്കാനും ദീൻ ഉൾക്കൊള്ളാനുമുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വേറെ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കൾ. ഒരു പരിപാടിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു സദസ്സില്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവണില്ല. അതുകൊണ്ട് അത് കേൾക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. നീ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ജീവിതത്തിൽ എത്രയോ കാലം ഒന്നിച്ച് ജീവിച്ചിട്ടും ഒരു ദാമ്പത്യത്തിൻ്റെ സുഖമോ സന്തോഷമോ അനുഭവിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണോ അറിയെങ്കിൽ സത്യത്തിൽ ഈ പ്രസംഗങ്ങൾ നമ്മുടെ ഫാമിലി കോൺഫറൻസുകളിലും വന്നിട്ട് അവരൊക്കെ ജീവിതത്തിൽ വരുന്ന മാറ്റം എത്രയാണ് സുഹൃത്തുക്കളെ. വയനാട് ഫാമിലി കോൺഫറൻസിന് വന്ന ഒരു സ്ത്രീയുടെ വോയിസ് ഞാൻ കേട്ടു. അവർ തിരിച്ചു പോയിട്ട്, ഞങ്ങളൊക്കെ എത്ര വയലിനും പ്രഭാഷണത്തിനും പോയതാണ്, പക്ഷെ ഞങ്ങൾ ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളെ കുടുംബ ജീവിതത്തെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാർ പെരുമാറേണ്ട ഇസ്ലാമിക രൂപത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഖുറാനിലുണ്ടോയെന്ന് ഞങ്ങൾ അന്നാണ് ആദ്യമായി കേൾക്കുന്നത് എന്നാണ് അവർ പറയണത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു. നമ്മൾ ആളെ കൂട്ടി വലിയ ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചോന്നല്ല ഫാമിലി കോൺഫറൻസ്. ഫാമിലി ആയിട്ട് ആൾക്കാർ വരുമല്ലോ, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ വരുമ്പോൾ അവിടുന്ന് നമ്മൾ ആ പെരുമാറ്റത്തിൻ്റെ രൂപങ്ങളും മര്യാദകളൊക്കെ പറഞ്ഞു കൊടുത്താൽ, അത് അവരുടെ ജീവിതത്തിൽ അവർ പരീക്ഷിച്ചാൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിലക്കാണ് സുഹൃത്തുക്കളെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്, ദീന് കൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടാണ്ട് അത് ദീന് കേൾക്കും ദീന് പഠിക്കും ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ കിട്ടണോ, അത് ദീനുകൊണ്ടേ കിട്ടുള്ളൂ. നിങ്ങൾ ഏത് ഘട്ടത്തിൽ നോക്കും, നിങ്ങൾ മക്കളെ ഡോക്ടറാക്കി അല്ലേ, എൻജിനീയർ ആക്കി, ദീനില്ലെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളെ പൈസ വെറുതെ പോവും. ഞാൻ വെറുതെ പറയല്ല. ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ ഒരു വയസ്സനായ ഒരാൾ പറഞ്ഞു, നിങ്ങളെ പരിപാടി കണ്ട് കുറച്ചു നേരം കാണാൻ പറ്റുമോ എന്നൊക്കെ, ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് സംസാരിച്ചങ്ങനെ തീരും, എന്തായാലും ഒരു 5 മിനിറ്റ് സംസാരിക്കാം. അപ്പോൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ അറിയോ, അയാളെ മക്കളൊക്കെ ഡോക്ടർമാരാണ്, പക്ഷെ അയാളും ഭാര്യയും വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഓലരുത്ത് പോയി താമസിക്കുന്നത് ഓർക്ക് ഇഷ്ടമല്ല, ഓർക്ക് ഇവരടുത്ത് വന്ന് നിൽക്കുന്നതും ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഇവരെ പഠിപ്പിക്കാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കച്ചവടം ചെയ്ത് കൊടുത്ത പൈസ കൊടുത്തിട്ട് ഓർക്ക് ഭാര്യമാരെ കൂടെ ഉഷാറായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വലിയ ഫ്ലാറ്റ് കൊടുത്ത് താമസിക്കുമ്പോൾ എൻ്റെ വയസ്സായ വാപ്പിയമ്മയും ഞാൻ സ്കൂളിൽ നിന്ന് മൂക്കൊലിച്ച് പുസ്തകേറ്റ് വരുമ്പോൾ
എന്നെ സ്വീകരിച്ച് കുളിപ്പിച്ച് വസ്ത്രം മാറ്റി തന്ന ആ ഉമ്മപ്പ അവിടെ ഇങ്ങനെ അന്തം വിട്ടി ഇരിക്കുന്നുണ്ടല്ലോ, ഇത് ഞാൻ പടച്ചോനോട് ചെന്നാൽ മറുപടി പറയേണ്ടി വരുമല്ലോ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ അമൈൻ. ഉമ്മാനെ പറ്റി പടച്ചോൻ പറഞ്ഞു തരാണ്. നല്ല സഹിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടുണ്ട്. 2 കൊല്ലം നിന്നെ കയ്യിൽ നിന്ന് വെക്കാതെ പാല് തന്നിട്ടുണ്ട്. അതുകൊണ്ടേ വാപ്പനോടും ഉമ്മനോടും നല്ല നിലക്ക് നിൽക്കണം. ഇലയ്യൽ മസീർ, എൻ്റെ അടുത്തേക്ക് വരും, വാപ്പനോടും ഉമ്മനോടും എങ്ങനെ പെരുമാറി എന്ന് നിന്നോട് ചോദിക്കാൻ നീ എൻ്റെ അടുക്കൽ വരും എന്ന താക്കീതോടുകൂടിയാണ് ആ ആയത്ത് അവസാനിക്കുക. അത് മനസ്സിലാണ് ഉണ്ടെങ്കിൽ ഓൻ്റെ ജോലി അവിടെ ലീവ് എടുത്താലും വാപ്പനും ഉമ്മനെയും കൂടെ കൂട്ടും. ദീനില്ലാതെ മക്കളൊക്കെയുള്ള സുഖം. നീ കല്യാണം നടത്തി വെക്കും, നിങ്ങൾ മക്കൾക്ക് വിവാഹം നടത്തി വെക്കും. ദീനില്ലാത്ത ഒരു പെൺകുട്ടിയുടെയുമായും നിങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. ദീനില്ലാത്ത ഒരാൺകുട്ടിയുമായും നിങ്ങളുടെ മക്കൾക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. കാരണം ദീനില്ലാത്തവരിൽ നിന്ന് ഒരു നന്മയും ഇന്നത്തെ കാലത്ത് കിട്ടൂല എന്നുള്ളത് വിവാഹങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തിനും ദീന് വേണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രയാണം നമ്മൾ തുടരണം. എല്ലാ വീട്ടുമുറ്റങ്ങളിലും ഗൃഹയോഗങ്ങൾ നടക്കണം. നമ്മൾ നമ്മുടെ റേഡിയോ ആളുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. നേർവഴി ഫോർവേഡ് ചെയ്യണം. നല്ല നല്ല വിഷയാധിഷ്ഠിതമായ വിജ്ഞാന വേദികൾ നമ്മുടെ ഓഡിറ്റോറിയങ്ങളിലും ഹാളുകളിലും നടക്കണം. ഇത്തരം പ്രദേശങ്ങളിൽ ആൾക്കാരെ കേൾപ്പിക്കണം. കുറച്ചൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചൊക്കെ മാറി നിൽക്കും. 4 പ്രഭാഷണം നടക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും ഇതൊക്കെ ഇതിനു വേണ്ടിയാണ്. ഞാൻ തന്നെ ചിന്തിച്ച് നമ്മുടെ മൂസ സലായൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിത് ശിർക്കില്ല എന്നൊക്കെ നമ്മൾ എന്തിനാ സുഹൃത്തുക്കളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം? ഞാൻ ആലോചിച്ച് നോക്കണം. അതൊക്കെയാണ് വിശ്വസിക്കണോല് വിശ്വസിച്ചോട്ടെ എന്നല്ലാതെ നമുക്കാർക്കാൻ. ഇന്നിപ്പോൾ കേരളത്തിൽ ഇത്രയും സുന്ദരമായി സുന്നികളുമായി മുഖാമുഖം നടത്താനും അവരോടുക്കുമായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എത്ര മുഖാമുഖമാണ് നമ്മൾ സുന്നി പ്രദേശങ്ങളിൽ പോയി നടത്തിയത്. അവർക്കൊക്കെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഓൺലൈനിൽ കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് വലിയ വലിയ ഉസ്താദുമാർ ഇത്രയും വലിയ വാസ്തവമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെന്തിനാ പറ്റുകയെന്ന് ഞാൻ ആലോചിക്കണം. അപ്പോൾ അത്രയും അതിൻ്റെയൊക്കെ കാര്യങ്ങളുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. ഒരല്പം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഈ സംഘടന ആരംഭിച്ച സമയത്ത് ആളുകൾക്ക് ഇതിലേറെ വലിയ തെറ്റിദ്ധാരണയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന്. അത്രയേ ഉള്ളൂ സുഹൃത്തുക്കൾ. നല്ല നിലയ്ക്ക് പോവുകയാണ് നല്ലത്. ഞാനിപ്പോൾ എപ്പോഴും ചിന്തിക്കണം എല്ലാ ഭാഗങ്ങളിലും നല്ല ഇപ്പം നമ്മളെ കാളമടത്തിലൊക്കെ ഒരു സംഗമം നടന്നു പടുത്തി. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയിക്കാം, ഇവിടുത്തെ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്നൊരു മഹല്ല് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. ആ മഹല്ലിൽ എത്രയോ കാലങ്ങളായി ജീവിച്ചു വന്ന ആളുകൾ എല്ലാവരും പാടെ കൂടി ആ പള്ളി നടത്തുക, എന്ത് സമാധാനം സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ പള്ളിക്കൊക്കെ ചെന്നാൽ അവിടെ എല്ലാവരും കമ്മിറ്റിയിലുണ്ട്. എല്ലാ ആളുകളും പള്ളിൻ്റെ കാര്യങ്ങൾ, നമ്മളെ വാപ്പാരെല്ലാവരും ഉറങ്ങുന്ന ശ്മശാനം പള്ളി മയ്യത്തുകാർ അവിടെ അല്ലേ സുഹൃത്തുക്കളെ, അവർ നിസ്കരിച്ച പള്ളിയല്ലേ. അതിൻ്റെ ഉള്ളിൽ എന്തിനാണൊരു ബഹളം, അതിനെന്തിനാണൊരു കേസ്, എന്തിനാണൊരു പ്രശ്നം എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കും. നമുക്ക് അതൊക്കെ അവിടെയെങ്കിലും നമുക്കൊക്കെ ഒരു മനസ്സ് തുറന്ന് ഒന്നിച്ച് നാളെ മയ്യത്ത് നിസ്കരിക്കേണ്ട ആളല്ലേ, നമ്മുടെ പിന്നിൽ നിന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആൾക്കാരല്ലേ. അവിടെ എന്തിനാണൊരു കലാപം, എന്തിനാണൊരു പ്രശ്നം? ഞാൻ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു പ്രശ്നമില്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ തമ്മിൽ വൈരാഗ്യവും ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? നമ്മൾ എത്രയോ കാലങ്ങളായി ഒന്നിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. ചെറിയ മസലഹത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പള്ളികളൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ജുമാക്കൊക്കെ എല്ലാവർക്കും അവനവൻ്റെ പള്ളിയിൽ നിലക്ക് സന്തോഷത്തോടെ വരാൻ എല്ലാ ആളുകൾക്കും പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ആ പള്ളിക്ക് സേവനം ചെയ്തവരൊക്കെ അങ്ങനെ തുറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടൊക്കെ നമുക്ക് പ്രയോജനമുള്ളൂ. 2 ആളുകൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ പോലും അള്ളാഹുവിലേക്ക് ഉയരൂല. 2 ആൾ തെറ്റിയാൽ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളവുകളും ആരോപണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ പടച്ചോനത്ത് മറുപടി പറയേണ്ടി വരും. നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും സലാം പറഞ്ഞും പരസ്പരം മിണ്ടിയും നമുക്ക് പോകാം. എന്തെങ്കിലുമൊക്കെ സംഘടനാപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെ പരിപാടി നടത്തുക, അവരുള്ളവർ അവരുടെ പരിപാടി നടത്തുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാൻ പറ്റും. മൊത്തത്തിൽ നമ്മുടെ ഒരു പുതിയ ജനങ്ങളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹമാണ് സത്യസന്ധമായതും. ദീനിൻ്റെ കാര്യങ്ങളിലും പള്ളിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് യോജിച്ച് പോകാം. സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സൗകര്യം പോലെ നടത്താം എന്നത് നല്ലൊരാശയമാണ്. പൊതുമഹല്ലുകളൊക്കെ ശ്മശാനങ്ങളുള്ള, അതേപോലെ പള്ളി മയ്യത്തും കരകളുള്ള, ഒന്നിച്ച് നിക്കാഹും കാര്യങ്ങളൊക്കെ നടത്തുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പള്ളികൾ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയിൽ വരുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ഒരു മുജാഹിദ് മരിച്ചാൽ പിന്നെ കച്ചറയാണ്. അങ്ങനെ മയ്യത്തൊക്കെ തിരിച്ചു കൊണ്ടുപോകും, പിന്നെ പിടിയും വലിയും ഒക്കെ ആയിട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
പക്ഷേ നമ്മളിപ്പോൾ അത് കുറച്ച് കാലം അവിടെ നിന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ പള്ളിയിലും മുജാഹിദീങ്ങളെ മറവ് ചെയ്യും. മുജാഹിദ് തന്നെ ഇമാമത്ത് നിന്ന് ഒരു പ്രശ്നം, ഒരു തെൽക്കീനിന് പോലും ഒരു ഉസ്താദും വരാതെ അവിടെ മറവ് ചെയ്യും. എല്ലാ പള്ളിയിലും അവിടുത്തെ എല്ലാം. ഒരു പള്ളിയിൽ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഇപ്പോഴും അവശേഷിക്കണുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പോലുമുള്ള വിശാല മനസ്കത പലപ്പോഴും എന്താ അറിയോ, നമ്മൾക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ ആലോചിക്കും. ആ സുന്നികൾ പോലും എന്ത് ചെയ്തു, ഇത്രമാത്രം വിരോധം മുജാഹിദീങ്ങൾ ഉണ്ടായിട്ടും ഒരു നിക്കാഹ് നടത്തുന്ന കാര്യത്തിൽ ഒരു പുസ്തകം തരികയാണ്. എന്ത്, പള്ളിൻ്റെ പുസ്തകം തന്നിട്ട് മുജാഹിദ് മൗലവി ഖുതുബ നടത്തിയിട്ട് അതിൽ ഒപ്പിട്ടിട്ട് നിക്കാഹ് നടത്താൻ പുസ്തകം തരുന്നു. പള്ളിയിൽ മറവ് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു. അവരുടെ ഇഷ്ടപ്പോലെ അവരുടെ വിശ്വാസപ്രകാരം ചെയ്യാൻ അനുവദിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്കൊരു മഹല്ലത്തിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമുക്ക് പുലരേണ്ടത്. നമ്മളത് ആഗ്രഹിക്കുക. ഇൻഷാ അല്ലാഹ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ മനസ്സൊക്കെ അയയും വാശിയും വീറുമെല്ലാം നഷ്ടപ്പെട്ടു പോകും. മനസ്സൊക്കെ അടുക്കും. മനുഷ്യന്മാരങ്ങനെയല്ലേ? അത്തരം ഒരു മാറ്റത്തെ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കും കാഫിറുമാക്കുന്നതൊക്കെ എന്തായിരുന്നാലും അവസാനിപ്പിക്കേണ്ട കാലം എന്നോ അതിക്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം. നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുകയും പരസ്പരം ദീനിയായ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അത് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, 10 മണിയാവാനായി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടുവാനും ദീനിയായി സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. ദീനിലൂടെയാണ് നമ്മുടെ സമാധാനം, ദീനിലൂടെയാണ് നമ്മുടെ സന്തോഷം. എല്ലാ തെറ്റിദ്ധാരണകളും മാറി നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ കൂടുതൽ ദീൻ പഠിപ്പിക്കാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള ഒരു കുടുംബമായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു വളർച്ചയ്ക്കും ഇത്തരം പള്ളികൾ ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടി സേവനം ചെയ്ത ഒട്ടേറെ മഹാത്മാക്കളും പുണ്യാത്മാക്കളും നേതാക്കളും ഇത്തരം പരിപാടികൾ നമ്മുടെ മുമ്പ് കാലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് ഖബറുകളിലാണ്. അള്ളാഹുവെ, അവിടെ ഖബറുകളിൽ നീ പ്രകാശം നടക്കണമേ. നാഥ, അവിടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ